പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവരുടെ അതരങ്ങൾ യാഗത്തിലേക്ക് ഈ രാത്രികാലമാണ് എനിക്ക് ചേരട്ടെ. സ്തോത്രമെന്ന യാഗം അർപ്പിക്കുന്നവരെ വലുപ്പപ്പെടുത്തുകയെന്ന ദൈവത്തിന്റെ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നുവെങ്കിൽ ആമേൻ ഹല്ലേലൂയ. സ്വർഗ്ഗം പറയുന്നു ആമേൻ 2 3 പേരുടെ നാമത്തിൽ ആമേൻ സ്തോത്രമെന്ന യാഗത്തിൽ വീഴുമ്പോൾ അവരുടെ ഇറങ്ങി വന്ന അവരുടെ ജീവിതത്തിന്റെ ആവശ്യങ്ങളെ അവർ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളെ അത്ഭുതം ചെയ്യാൻ ഞാൻ മതിയായവരെന്ന് പറഞ്ഞ അവരുടെ സാന്നിധ്യത്തിനകത്ത് ഞങ്ങൾ കൊണ്ടുവന്ന് പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് കടന്നു വന്ന പ്രിയപ്പെട്ടവരെ വഹിച്ച അവരുടെ കുടുംബങ്ങളെ വഹിച്ച് തലമുറകളെ വഹിച്ച അവർ ഭാരപ്പെട്ട വിഷയങ്ങളെ വഹിച്ച ഇന്ന് രാത്രിക്കാലം ഒരുമിച്ച് സ്തോത്രം ചെയ്യാൻ പോകുകയാ. ഇന്ന് രാത്രിക്കാലം ഒരുമിച്ച് സ്തോത്രം ചെയ്യുക. തന്റെ കുടുംബത്തെ ഓർത്ത്, തന്റെ തലമുറകളെ ഓർത്ത്, തന്റെ പ്രിയപ്പെട്ടവരെ ഓർത്ത്, തനിക്കുള്ള ആത്മീയ നിയോഗങ്ങളെ ഓർത്ത് ഇന്ന് രാത്രിക്കാലം ഒരുമിച്ച് സ്തോത്രം ചെയ്യാത്ത ഈ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അഭിഷേകത്തിലെ ഈ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അകത്തോടെ തീവോടെ ആത്മാവിന്റെ സാന്നിധ്യം തന്നെ തന്റെ കുടുംബത്തെ മറിച്ച് നമുക്ക് സ്തോത്രം ചെയ്യാം. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുകയാ. ആമേൻ. അനുഗ്രഹത്തിന്റെ വാതിൽ അവർക്ക് വേണ്ടി തുറക്കപ്പെടട്ടെ. ആമേൻ. അപ്പച്ചന്മാർക്ക് സ്തോത്രം ചെയ്യാം. ആമേൻ. തന്റെ കുടുംബത്തിനായി സ്തോത്രം ചെയ്യാം. തന്റെ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യാം. ആമേൻ. ഒരിക്കലും എഴുന്നേൽക്കുന്നില്ല എന്ന് പറഞ്ഞ ശത്രു വെല്ലുവിളിച്ച സ്ഥാനങ്ങളിൽ ആമേൻ ഒരിക്കലും കിടക്കരുത്, എഴുന്നേൽക്കരുത് എന്ന് പറഞ്ഞ ആമേൻ വെല്ലുവിളിച്ചുള്ള സ്ഥാനങ്ങളിൽ പ്രാർത്ഥനയുടെ ആമേൻ ഫലം, പ്രാർത്ഥനയുടെ ഫലം സ്വർഗ്ഗത്തിലെ ദൈവം കുടുംബത്തിൽ വെളിപ്പെടുത്തുகிறார். ഓ ആ രാജാവിനെ വെളിപ്പെടുത്തുகிறார். ഇന്ന് രാത്രിക്കാൽ നന്ദിയുള്ളവർ സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. നിന്റെ മാതാവിനെ കൃത്യമായി നമുക്ക് ഓർത്ത് സ്തോത്രം ചെയ്യാം. ഏകദേശം 87 വയസ്സിലോ വളരെ പ്രായമടുത്തുണ്ട്. ആമേൻ. ഹല്ലേലൂയ. തന്നെ ഡിസ്കിന്റെ ആമേൻ ഹല്ലേലൂയ ഒരു പൊട്ടനോടുള്ള ബന്ധത്തിൽ താൻ ഏറെ നാളുകളാൽ ഭവനത്തിൽ ആമേൻ കിടപ്പിലായിരുന്നു. ആമേൻ. നമ്മുടെ പ്രാർത്ഥനകളിൽ ഹല്ലേലൂയ അങ്ങനെ പലയിടങ്ങളിലുള്ള പ്രാർത്ഥനകൾ ആമേൻ എല്ലാ ദൈവ മക്കളും ആ മാതാവിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതാണ്. ആമേൻ. ഹല്ലേലൂയ. ഇപ്പോൾ ആമേൻ ഹല്ലേലൂയ വഴിയുടെ സഹായത്തിലെങ്കിലും ആമേൻ എഴുന്നേറ്റ് ആമേൻ പുറത്തുലേക്ക് ഇറങ്ങി വരാൻ സ്വർഗ്ഗത്തിൽ ദൈവം കൊടുത്ത വിടുതലിനായി സ്തോത്രം ചെയ്താട്ടെ. അന്നവർ പറഞ്ഞു നടക്കത്തില്ല, അന്നവർ പറഞ്ഞു പ്രായം കൊണ്ടുപോയി, ഇനി എഴുന്നേൽക്കത്തില്ല, ഇനി ഇവിടെ കൊണ്ട് തന്നെ ആയിരിക്കും അവസാനമെന്ന് ആമേൻ ഹല്ലേലൂയ വിധി പറഞ്ഞ സ്ഥാനത്ത് നിന്ന് സ്വർഗ്ഗത്തിലെ ദൈവം പുറത്തോട്ട് കൊണ്ടുവന്നിട്ട് ഇന്ന് രാത്രിക്കാലം വാക്ക് പറഞ്ഞ ദൈവം ഈ രാത്രികാലം വിശ്വാസമുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. മാതാവിനെ പ്രത്യേകമായി ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. പൂർണ്ണമായി വിടുതൽ ഇന്ന് ഞാൻ പ്രാർത്ഥനയ്ക്ക് ക്ഷണിച്ചു. ആമേൻ. ഹല്ലേലൂയ. ഞാൻ ഹല്ലേലൂയ വരും ദിവസങ്ങളിൽ വരാമെന്ന് എന്നോട് പറയുവാനിടയായി. ഇന്ന് രാത്രികാലം വിശ്വസിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അടുത്ത പ്രാർത്ഥനയിൽ മാതാവിന്റെ അകത്തളങ്ങളിൽ വരണം. അടുത്ത ആഴ്ച പ്രാർത്ഥനയിൽ ഇതിന്റെ അകത്തളങ്ങളിൽ വന്ന് മറ്റുള്ളവർക്ക് വേണ്ടി ഇടപെടുന്ന പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ.
രാത്രി കാലമേ മനസ്സിൽ കടന്നു വന്ന മേരുമാമയെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. തന്നെ അനേക വിഷയങ്ങൾ തന്നെ നേരിട്ടുകൊണ്ട് അവൻ തന്നെ വലയം വെച്ച് ചുറ്റി പിടിച്ചുകൊണ്ട് അവൻ മുൻപോട്ട് കടന്നു പോകാൻ കഴിയാതെ വല്ലാത്തൊരു അവസ്ഥയിൽ വല്ലാത്തൊരു നല്ലൊരു ജീവിതത്തിൽ താൻ കടന്നു പോകുകയാണ്. ഇത് രാത്രികാലം ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഏത് പ്രതിസന്ധികളെ പടഞ്ഞു മാറ്റുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം വെല്ലുവിളിച്ചിരുന്ന ചെങ്കടലെ രണ്ടായി വിഭാഗിച്ചുകൊണ്ട് അവർ തന്റെ ഭക്തന്മാരെ അവരുടെ തലത്തെ അപ്പുറത്തേക്ക് തലത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രികാലം ആ കുടുംബത്തിന്റെ ഇറങ്ങിയവരട്ടെ. അവൻ ആ പ്രിയപ്പെട്ടവരുടെ മേൽ ഇറങ്ങിയവരട്ടെ. ഒരു അസാധാരണമായ ദൈവത്തിൽ വെളിപ്പെട്ടുവരട്ടെ. തലമുറകളെ രണ്ടുപേരെ ഓർത്ത് സ്തോത്രം ചെയ്യാം. തന്റെ പ്രിയപ്പെട്ടവനെ ഓർത്ത് സ്തോത്രം ചെയ്യാം. വിദേശത്തായിരിക്കുന്ന പൈതലിനെ ഓർത്ത് സ്തോത്രം ചെയ്യാം. നാട്ടിലായിരിക്കുന്ന പൈതലിനെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. അവരുടെ കുടുംബ ജീവിതത്തെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. സ്വർഗ്ഗത്തിൽ ദൈവം ഇന്ന് രാത്രികാലം അവൻ മനസ്സറിയുന്ന ദൈവത്തിന്റെ കരം അവരുടെ ജീവിതത്തിൽ എന്തൊക്കെയാണോ ആവശ്യങ്ങൾ, അവൻ എന്തൊക്കെയാണോ നല്ല വിടവുകൾ, അതെല്ലാം നികത്തിക്കൊടുക്കാൻ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ആ കുടുംബത്തിന്റെ ഇറങ്ങി വരട്ടെ. രാത്രികാലം നമ്മുടെ അടുത്തായിരിക്കുന്ന സുരകേശ്വരനെ ഓർത്ത് പൈതലിനെ ഓർത്ത് ബ്രദറിനെ ഓർത്ത് സ്തോത്രം ചെയ്യാം. നന്ദിയോട് സ്തോത്രം കഴിഞ്ഞ ദിവസങ്ങളിൽ 2 ദിവസക്കാലമായി താൻ പല്ലുവിനുടെ അശുദ്ധതയാൽ ഭാരപ്പെട്ട് വളരെ വേദനയിൽ താൻ ആയിരിക്കുവാനിടയായി തീർന്നു. കഴിഞ്ഞ രാത്രിയിൽ വിളിക്കുവാനിടയായി തീർന്നു. പ്രാർത്ഥിക്കണമെന്ന് പറയുവാനിടയായി തീർന്നു. നല്ല രാത്രിയിലായിരുന്നു. എഴുന്നേറ്റ് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. രാത്രികാലം ദൈവം ഇത്രത്തോളം വിടുതൽ കൊടുത്തല്ലോ, ഇത്രത്തോളം സഖ്യം കൊടുത്തല്ലോ. നമ്മളോട് ഒരുമിച്ച് രാത്രികാലം ദൈവത്തെ അകത്തപ്പെടുത്താൻ, ദൈവത്തെ ആരാധിക്കാൻ വിടുതലായി സ്തോത്രം ചെയ്താട്ടെ. നമ്മുടെ കുടുംബത്തിനായി സ്തോത്രം ചെയ്യാം, നമ്മുടെ തലമുറയ്ക്കായി സ്തോത്രം ചെയ്യാം. പ്രിയപ്പെട്ട ഹൃദയമായി സ്തോത്രം ചെയ്യാം. രാത്രികാലം സ്തോത്രം ചെയ്യാം. നമ്മോടൊപ്പം ഇന്ന് രാത്രികാലം ആയിരിക്കുന്ന കുഞ്ഞിനെ ഓർത്ത് സ്തോത്രം ചെയ്യാം. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണ് ഒരു ഭാവി കുഞ്ഞിന് ആവശ്യമാണ്. നമ്മൾ എല്ലാ പ്രാർത്ഥനയിലും ആ വിഷയങ്ങളെ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ കരം ആ കുഞ്ഞിന്റെ മേൽ വെളിപ്പെടേണ്ടതിന്, ദൈവത്തിന്റെ പ്രവർത്തിയ കുടുംബത്തിൽ വെളിപ്പെട്ടു വരേണ്ടതിന് തന്റെ മാതാവിന്റെ മേൽ, തന്റെ ഭാവനീയ സഹോദരന്റെ മേൽ, തന്റെ പിതാവിന്റെ മേൽ ദൈവത്തിന്റെ പ്രവർത്തികൾ, ദൈവത്തിന്റെ പ്രാർത്ഥനയുടെ മറുപടികൾ ഇന്ന് രാത്രികാലം സ്വർഗ്ഗം മറുപടി കൊടുക്കേണ്ടതിന്, ദൈവത്തിന്റെ അസാധ്യമായ കാര്യം വെളിപ്പെട്ടു വരേണ്ടതിന് ഇന്ന് രാത്രികാലം ആ കുടുംബത്തെ കുറിച്ച് സ്തോത്രം ചെയ്യാം. യേശുവിന്റെ നാമത്തിൽ കൊടുത്ത എല്ലാ നന്മകളെ ഓർത്ത് അകത്തളങ്ങളെ കൊടുത്തിരുന്ന വലിയ പ്രത്യാശകളായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഇത് രാത്രികാലം നമുക്ക് സ്തോത്രം ചെയ്യാം. തന്റെ പ്രിയപ്പെട്ടവളെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. തന്റെ ശുശ്രൂഷകളെ ഓർത്ത് സ്തോത്രം ചെയ്യാം. രണ്ട് കുഞ്ഞുങ്ങളെ കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് ഡെങ്കിപ്പനിയായി ഭാരപ്പെട്ട് വളരെയധികം ഭാരപ്പെട്ട ദിവസങ്ങളായിരുന്നു. എന്ത് ചെയ്യും, അവൻ എങ്ങനെയായി തീരുമെന്നൊക്കെ ഭാരപ്പെട്ട വിഷയങ്ങളെ ദൈവത്തിന്റെ കുഞ്ഞുങ്ങളെ ധരിച്ചതിനായി കുടുംബങ്ങളെ അനേക പ്രിയപ്പെട്ട ഹോസ്പിറ്റലുകൾ അഡ്മിറ്റായി അനേക ദിവസങ്ങൾ അഡ്മിറ്റായി കിടക്കുമ്പോ ദൈവത്തിന്റെ കരമാൻ കുഞ്ഞുങ്ങളുടെ മേൽ ഇറങ്ങി വന്നതിനായി സ്വർഗ്ഗം വലിയ വിടുതൽ കൊടുത്തതിനായി രാത്രികാലം ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ഇതൊക്കെ ഓർത്താൽ എത്ര പറഞ്ഞാലും നന്ദി വരത്തില്ല. സ്തോത്രം ചെയ്യാം. തന്റെ ശുശ്രൂഷയെ ഓർത്ത് സ്തോത്രം ചെയ്യാം. താൻ ഇപ്പോൾ ആയിരിക്കുന്ന സമയം ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. വലിയ ദൈവിക വിടുതലുകൾ ആ സമയം നടക്കേണ്ടതിന്, തമ്മിൽ കൂടി കർത്താവ് വലിയ പ്രവർത്തികൾ ദേശത്ത് ചെയ്യേണ്ടതിന് നമുക്ക് ഓർത്ത് സ്തോത്രം ചെയ്യാം. ബേച്ചാനായി സ്തോത്രം ചെയ്യാം. മാമയ്ക്കായി സ്തോത്രം ചെയ്യാം. തന്നെ മാതാവിനെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. കർത്താവ് ഈ വാർഷിക സമയത്തും ഇത്രത്തോളം പ്രത്യാശ കൊടുത്തിനായി നമുക്ക് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. പിന്നെ കർത്താവ് ബലപ്പെടുത്തട്ടെ. രാത്രികാലം നമ്മുടെ മധ്യരായിരിക്കുന്ന തങ്ങളുടെ ശിശു ഓർത്ത് സ്തോത്രം ചെയ്യാം. തന്റെ കുഞ്ഞുങ്ങളെ ഓർത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ
പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. അവരുടെ കശുവണ്ടി ഫാക്ടറിയിൽ നിന്ന് അവർക്ക് കിട്ടാനുള്ള ചില ആനുകൂല്യങ്ങളുണ്ട്. അത് ലഭിക്കാൻ വേണ്ടി ആമേൻ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് രാത്രികാലം നമ്മൾ ആ വിഷയത്തെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. സ്വർഗ്ഗത്തിലെ ദൈവം ഹല്ലേലൂയ അതിനകത്തളങ്ങളിലായിരിക്കുന്ന അധികാരികളോട് ഇടപെടേണ്ടതിന് എത്രയും വേഗം ആ കാര്യങ്ങൾ കർത്താവ് ക്രമീകരിച്ചു കൊടുക്കേണ്ടതിന് ആ ഭവനത്തിന്റെ പണികാര്യങ്ങൾ പൂർത്തീകരിച്ച് അതിനകത്തളങ്ങളിൽ പാർക്കുവാനുള്ള അവസരം കർത്താവ് ഒരുക്കേണ്ടതിന് ഇന്ന് രാത്രികാലം ആ വിഷയത്തെ ഓർത്ത് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ ആ രണ്ട് കുഞ്ഞുങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്താട്ടെ. അവരുടെ മേലെ ദൈവത്തിന്റെ കരം തൊടാൻ ഒരു ആത്മ സാന്നിധ്യം അനുഭവിക്കാൻ ഇന്ന് രാത്രികാലം ഓർത്ത് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ നന്ദിയോടെ സ്തോത്രം. ആമേൻ. പരമശിവർ നമുക്ക് സ്തോത്രം ചെയ്യാം. ആമേൻ. തന്റെ കുടുംബത്തെ ഓർത്ത് വഹിച്ച് നമുക്ക് സ്തോത്രം ചെയ്യാം. തന്റെ ആത്മീയ ജീവിതത്തെ വഹിച്ച് സ്തോത്രം ചെയ്യാം. തന്റെ കുഞ്ഞുങ്ങളെ വഹിച്ച് നമുക്ക് സ്തോത്രം ചെയ്യാം. ദൈവത്തിന്റെ അസാധാരണമായ ഒരു കരം ആ കുടുംബത്തിൽ വെളിപ്പെട്ട് കാണേണ്ടതിന് വിശ്വാസത്തിൽ ഒരുപാട് ഉറച്ചു നിൽക്കാം. ആമേൻ. ഹല്ലേലൂയ പോരാടി ആമേൻ അന്ധകാര ശക്തിയോട് പോരാടി ജയിക്കുവാനുള്ള കൃപ സ്വർഗ്ഗത്തിലെ ദൈവഭവനത്തിലായിരിക്കുന്ന ആമേൻ തന്റെ ഭാര്യ പ്രിയപ്പെട്ടവരൊക്കെ കൊടുക്കേണ്ടതിന് ഈ രാത്രികാലം ഓർത്തുന്ന സ്തോത്രം ചെയ്താട്ടെ. ഇതിലും അപ്പുറമായ നിലവാരത്തിൽ ആത്മീയ കാഴ്ചപ്പാടിലേക്ക് കയറി വരാൻ ഈ രാത്രികാലം സ്തോത്രം ചെയ്താട്ടെ. നാളുകളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഒരു അഭിഷേകത്തിന്റെ ശക്തി എന്ന് പകരണമേ എന്ന് ഇന്ന് രാത്രികാലം ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ദാഹിക്കുന്നവന് വേണ്ടി അവരെ ഹല്ലേലൂയ അവരെ നനയ്ക്കുന്ന ദൈവത്തിന്റെ കരം ഇന്ന് രാത്രികാലം ആ പ്രിയപ്പെട്ടവരെ പറയേണ്ടതിന് ഹല്ലേലൂയ കുടുംബത്തെ വധിച്ച് നമുക്ക് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. കടന്നു വന്ന തങ്കമാമയെ ഓർത്ത് സ്തോത്രം ചെയ്ത് കഴിഞ്ഞാൽ ആമേൻ. ഹല്ലേലൂയ 2-3 മാസക്കാലം തന്നെ കണ്ണിന്റെ ഓപ്പറേഷനായി താൻ ഭവനത്തിനായിരിക്കും ഇടയായിരിക്കുന്നു. അക്കാര്യങ്ങളൊക്കെ വളരെ മനോഹരമായ നിലവാരത്തിൽ സ്വർഗ്ഗത്തിലെ ദൈവം ആമേൻ ചെയ്തു കൊടുത്തതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. താൻ പോയ യാത്രകളിൽ ഹല്ലേലൂയ ആയിരുന്ന ഡോക്ടർമാർ തന്റെ ആ ഹോസ്പിറ്റലുകളൊക്കെ ആമേൻ ഹല്ലേലൂയ ദൈവത്തിന്റെ കരം അവിടെ കൂടിയിരുന്നു. ആമേൻ ഹല്ലേലൂയ ആമേൻ ആ കണ്ണിന്റെ കാര്യങ്ങളൊക്കെ കർത്താവ് വളരെ അനുഗ്രഹമായ നിലവാരത്തിൽ അതിന്റെ ഓപ്പറേഷൻ ഒക്കെ ചെയ്തതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഇന്ന് രാത്രികാലം ഒരുമിച്ച് നമുക്ക് കർത്താവിനെ സ്തുതിക്കുവാനുള്ള അവസരം തന്നതിനായി ആ കുടുംബത്തെ മികച്ച സ്തോത്രം ചെയ്യാം. പ്രത്യേകിച്ച് അപ്പൻ വൈദ്യനെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. അവരുടെ ജീവിതത്തിൽ അവർ അസാധാരണമായ ദൈവിക പ്രവൃത്തി വെളിപ്പെട്ട് കാണേണ്ടതിന് ഹല്ലേലൂയ അതിനപ്പുറമായ നിലവാരത്തിൽ ഒരു അഭിഷേകത്തിന്റെ സാന്നിധ്യത്തിലേക്ക് പൊങ്ങി കയറി വരേണ്ടതിന് ഇന്ന് രാത്രികാലം ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. തന്റെ സഹോദരങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യാം. അഭവനത്തായിരിക്കുന്ന ആമേൻ തന്റെ മരുമക്കളെ ഓർത്ത് സ്തോത്രം ചെയ്യാം. എല്ലാം സ്വർഗ്ഗത്തിൽ ദൈവം സഹായിക്കേണ്ടത് നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ രാത്രികാലം ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ നമ്മുടെ ആമേൻ ഹല്ലേലൂയ നന്ദിയോട് സ്തോത്രം. ആമേൻ ഹല്ലേലൂയ സുമയുടെ അമ്മയെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ ഇന്ന് രാത്രികാലം ആമേൻ നമ്മളോടൊപ്പം ആമേൻ ഹല്ലേലൂയ വളരെ ആഗ്രഹത്തോടെ ആമേൻ ഹല്ലേലൂയ ഞങ്ങൾ വിചാരിച്ചു ആമേൻ വരുന്നില്ലായിരിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് പെട്ടെന്ന് പോരാനിടയായി തീർന്നു. പക്ഷേ ആമേൻ ഹല്ലേലൂയ ആമേൻ ദൈവത്തിന്റെ അകത്തളങ്ങളിൽ ദൈവം കൊടുത്തിരിക്കുന്ന ഒരു ആഗ്രഹവും വാഞ്ചയും കൊണ്ടാണ് ആമേൻ ഓടി ഇന്ന് രാത്രികാലം കടന്നു വരുവാനിടയായി. ആമേൻ പ്രത്യേകിച്ച് ഞങ്ങൾ ആമേൻ ഒരു വാക്ക് ക്ഷമ പറയുന്നു. ആമേൻ ഹല്ലേലൂയ വിളിക്കുവാനിടയായി ഞങ്ങൾ അവിടെ നിന്ന് ഫോൺ അടിച്ചതേ ഉള്ളൂ. കാണത്തില്ലാന്ന് വിചാരിച്ച് ഞങ്ങൾ പോരുന്നു. ആമേൻ ഹല്ലേലൂയ ഞങ്ങളോട് ക്ഷമിക്കുക. ആമേൻ പ്രത്യേകിച്ച് ആ കുടുംബത്തെ മകിച്ച് നമുക്ക് സ്തോത്രം ചെയ്യാം. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ ഇന്ന് രാത്രികാലവും ആമേൻ വളരെ ആഗ്രഹത്തോടെ ഈ പ്രാർത്ഥന അകത്തളങ്ങളിൽ ഹല്ലേലൂയ താൻ കടന്നു വന്നെങ്കിൽ തന്റെ ജീവിതത്തിനകത്ത് ഭാരപ്പെടുന്ന വിഷയങ്ങൾ ഹല്ലേലൂയ താൻ നേരിടുന്ന വിഷയങ്ങൾ ഹല്ലേലൂയ ആമേൻ വെളുകുപോലെ ആമേൻ ഹല്ലേലൂയ ഉരുക്കി മാറ്റുന്ന ദൈവത്തിന്റെ കരം ഇന്ന് രാത്രികാലം ആ പ്രിയപ്പെട്ടവരെ ഹൃദയത്തെ ആമേൻ അങ്ങ് കുറേണ്ടതിന് ആമേൻ ആഗ്രഹിക്കുന്ന പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ട് കാണേണ്ടതിന് ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ തന്റെ സഹോദരിയാണ്, അവരുടെ പ്രിയപ്പെട്ടവരാണ്. ആ കുടുംബത്തെ ദൈവം വെളിപ്പെടണമെന്ന് പ്രാർത്ഥിച്ചാട്ടെ. തന്റെ മകനെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. തന്റെ മകളെ ഓർത്ത് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ കുഞ്ഞുങ്ങളെയൊക്കെ നമുക്ക് വായിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രികാലം ആമേൻ നമ്മുടെ മധ്യമായിരിക്കുന്ന ഹല്ലേലൂയ 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 കുഞ്ഞുങ്ങളെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. യേശുവിന്റെ രക്തത്താൽ ദൈവം എടുക്കുകയാണ്. ഹല്ലേലൂയ ചില ദിവസങ്ങൾക്ക് ശേഷമായി നമ്മളോട് കൂടെ ഇന്ന് രാത്രികാലം ആമേൻ ഒരുമിച്ച് ആമേൻ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ സ്വർഗ്ഗത്തിലെ ദൈവം കൊണ്ടുവന്നെങ്കിൽ ദൈവത്തിന്റെ കാലം ആമേൻ ദൈവത്തിന്റെ പ്രവൃത്തികൾ ആ ഭവനത്തിൽ തന്റെ ജീവിതത്തിൽ വെളിപ്പെട്ട് കാണാൻ ഹല്ലേലൂയ ആശ്വാസത്തിന്റെ ആമേൻ ഹല്ലേലൂയ അന്തരീക്ഷം ആശ്വാസത്തിന്റെ ഒരു സന്തോഷത്തിന്റെ ഒരു ദിനം ആ കുടുംബത്തിനകത്ത് കർത്താവ് കൈമാറേണ്ടതില്ല. ഇന്ന് രാത്രികാലം ഓർമ്മ സ്തോത്രം പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മുടെ കർത്താവ് വഴികൾ തുറക്കേണ്ടത് നമുക്ക് സ്തോത്രം ചെയ്യാം.
ആമേൻ ഹല്ലേലൂയ ദാനിശാനെ പ്രത്യേകമായി ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ ആത്മീയത്തിൽ തികച്ചും ആമേൻ ആമേൻ ഹല്ലേലൂയ ഒരു യോഹന്നാൻ യേശുവിന്റെ മാറോട് ചേർന്നിരുന്നത് പോലെ ആമേൻ ചേർന്നിരുന്ന രാത്രി ഈ ദിവസങ്ങളിൽ ആമേൻ ഒരുപാട് കർത്താവിനോട് ചേർന്നിരുന്ന ആമേൻ ഹല്ലേലൂയ ദൈവ സ്നേഹത്തെ ഒരുപാട് രുചിച്ചറിയാൻ തക്കവണ്ണം ദൈവം കർത്താവ് കൃപ കൊടുക്കേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. തന്റെ ഭവനത്തിന്റെ സ്ഥിതികളൊക്കെ മാറ്റേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു ഭവനം ആമേൻ കർത്താവ് ഒരിക്കൽ കൊടുക്കേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അതിന്റെ തടസ്സങ്ങളെല്ലാം കർത്താവ് മാറ്റേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രികാലം എത്ര പേർ പ്രാർത്ഥിക്കും? ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മുടെ ഒപ്പമായിരിക്കുന്ന ഹല്ലേലൂയ ഹല്ലേലൂയ പോയി പള്ളിയിൽ കടന്നു വന്ന നമ്മുടെ സിസ്റ്ററെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇങ്ങനെ ഒരു പ്രാർത്ഥനയിൽ ആമേൻ തനിക്ക് കടന്നു വരുവാൻ കർത്താവ് കൊടുത്ത വലിയ ഭാഗ്യത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ആമേൻ തന്റെ ജീവിതത്തിൽ ഞാൻ തന്നെ ആമേൻ ഹല്ലേലൂയ കണ്ട നാൾ മുതൽ ആമേൻ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് തനിക്ക് ദൈവത്തെ ആരാധിക്കുന്നത് വലിയ സന്തോഷമുള്ള ഒരു സിസ്റ്ററാണ്. ഹല്ലേലൂയ. കർത്താവിനെ എങ്ങനെ എത്രത്തോളം ആരാധിച്ചാലും മതി വരാതെ വേണം. ആമേൻ എവിടെ ഒരു ആരാധന കിട്ടും, എവിടെ ഒരു നല്ല കൂട്ടായ്മ കിട്ടുമെന്ന് പറഞ്ഞ് ആമേൻ ഹല്ലേലൂയ ആമേൻ മനസ്സിനകത്ത് ഞങ്ങളെ അത്രമാത്രം ആമേൻ സന്തോഷത്തോടെ ആയിരിക്കുന്ന ഒരു സിസ്റ്ററാണ്. ഇന്ന് രാത്രി കാലം ആമേൻ നമ്മളോടൊപ്പമായിരിക്കുന്നത് ആമേൻ തന്റെ ജീവിതത്തിൽ വലിയ വഴിത്തിരിവുകൾക്ക് കാരണമായി മാറട്ടെ. താൻ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മേൽ ഇന്ന് രാത്രി കാലം ആമേൻ സ്വർഗ്ഗം ചില ആമേൻ ഹല്ലേലൂയ ആമേൻ അത്ഭുത പ്രവൃത്തികൾ കർത്താവ് ചെയ്യട്ടെ. ഇന്ന് രാത്രി കാലം ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഒറ്റയ്ക്കാണ് ആമേൻ ഇന്ന് രാത്രി കാലം ആമേൻ ഹല്ലേലൂയ കൂടെ നടക്കുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ കരത്തെ പിടിക്കുന്ന ഒരു ദൈവമുണ്ട്. ആലോചന വരുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ ഹല്ലേലൂയ സങ്കടത്തിന്റെ വേളയിലും ആമേൻ ഹല്ലേലൂയ നിരാശയുടെ വേളയിലും ഇറങ്ങി വന്ന് ആശ്വാസം പകരുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രി കാലം ആ ദൈവത്തിന്റെ കരം ആ പ്രിയപ്പെട്ടവരെ വ്യാപരിക്കേണ്ടതിന് ആമേൻ താരേകനായിരിക്കുമ്പോൾ ദൈവത്തിന്റെ ശബ്ദം തന്നെ കേൾപ്പിക്കേണ്ടതിന് ആമേൻ തന്നോട് ഇടപെടേണ്ടതിന് ഇന്ന് രാത്രി കാലം ഒന്ന് പ്രാർത്ഥിക്കാമോ? ദൈവമാണ് ഹല്ലേലൂയ. ഇന്ന് രാത്രി കാലം ആമേൻ ഹല്ലേലൂയ പ്രാർത്ഥന തന്റെ ജീവിതത്തിൽ വലിയ ആമേൻ ഹല്ലേലൂയ അതിന്റെ സന്തോഷത്തിനും സമാധാനത്തിനും കാരണമായി മാറേണ്ടത് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നമ്മുടെ ആമേൻ ഹല്ലേലൂയ കുഞ്ഞുങ്ങളെല്ലാം വഹിച്ച് നമുക്ക് സ്തോത്രം ചെയ്യാം. ആമേൻ കുടുംബത്തിൽ പലവിധമായിരിക്കുന്ന വിഷയങ്ങളിൽ ഭാരപ്പെടുന്നവരുണ്ട്. ആമേൻ പറയുവാൻ കഴിയാത്ത വിഷയങ്ങൾ ജീവിതത്തിലുള്ളവരുണ്ട്. ഇന്ന് രാത്രി കാലം ആ വിഷയങ്ങളെയൊക്കെ വഹിച്ച് നമുക്ക് സ്തോത്രം ചെയ്യാം. സ്വർഗ്ഗം അവരെല്ലാം ഇന്ന് രാത്രി കാലം നമ്മുടെ പ്രാർത്ഥന അവരുടെയൊക്കെ ജീവിതത്തിൽ ഒരു വലിയ വിടുതലും അനുഗ്രഹത്തിനും കാരണമായി മാറാൻ ആമേൻ ഹല്ലേലൂയ ആമേൻ കുഞ്ഞുങ്ങളുടെയൊക്കെ വിദ്യാഭ്യാസ മേഖലയിലേക്ക് അനുഗ്രഹമായി മാറാൻ ആമേൻ ഒരു പനിയായി ഭാരപ്പെടുന്ന ജീവിതത്തിൽ ഇന്ന് രാത്രി കാലം ഒരു വിടുതലിന്റെ കരമയക്കേണ്ടതിന് ഒരുമിച്ച് നമുക്ക് സ്തോത്രം ചെയ്യാം. ആമേൻ മഴക്കെടുതി ആമേൻ ഹല്ലേലൂയ സാധാരണപ്പെട്ടവരാണ് നമ്മളല്ല. ആമേൻ ഈ മഴകൾ നമുക്ക് വളരെ ആമേൻ ഹല്ലേലൂയ പ്രതികൂലമായി നിൽക്കുന്ന സാഹചര്യമാണ്. ആമേൻ ഹല്ലേലൂയ ആമേൻ വളരെ ഞെരുക്കങ്ങളിൽ കൂടി വളരെ പ്രയാസങ്ങളിൽ കൂടി പോകുന്ന നിമിഷങ്ങളാണ്. ഇന്ന് രാത്രി കാലം നമുക്ക് പ്രാർത്ഥിക്കാൻ കർത്താവേ ആമേൻ ഹല്ലേലൂയ മരുഭൂമിയുടെ നടുവിലും ആമേൻ മണ്ണയെ തന്ന പോഷിപ്പിച്ച ദൈവമുണ്ട്. ഹല്ലേലൂയ വിളിയുടെ മുന്നിൽ ആമേൻ ഇറങ്ങി വന്ന ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ കാരണങ്ങളെ ആമേൻ ഹല്ലേലൂയ സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചാൽ ഹല്ലേലൂയ. ഇന്ന് രാത്രി കാലം ദൈവകാര്യങ്ങളിലേക്ക് നമ്മൾ ആവശ്യങ്ങളെ കുറിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ചുറ്റുവട്ടമുള്ള എല്ലാ കുടുംബങ്ങളെ വഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ദേശത്തെ വഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പലവിധമായിരിക്കുന്ന പ്രതികൂലങ്ങളിൽ കടന്നു പോകുന്നവരുണ്ട്, സമാധാനമില്ലാത്തവരുണ്ട്, ആമേൻ ഹല്ലേലൂയ രോഗികളായി ഭാരപ്പെടുന്നവരുണ്ട്, ആമേൻ ഒരു ഭവനമില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തെ ഓർത്ത് ഭാരപ്പെടുന്നവരുണ്ട്. ആമേൻ അങ്ങനെ പലവിധമായിരിക്കുന്ന പ്രതികൂലങ്ങളിൽ കടന്നു പോകുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ വഹിച്ച് സ്തോത്രം ചെയ്താട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി കാലം നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ആമേൻ നമ്മുടെ രാജ്യത്തിനായി സ്തോത്രം ചെയ്താട്ടെ, നമ്മുടെ സംസ്ഥാനത്തിനായി സ്തോത്രം ചെയ്താട്ടെ, ആമേൻ നമ്മുടെ വില്ലേജിനായി നമ്മുടെ പഞ്ചായത്തുകൾക്കായി സ്തോത്രം ചെയ്താട്ടെ. ഇന്ന് രാത്രി കാലം ദൈവത്തിന്റെ കരം ആമേൻ ആമേൻ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ ദേശത്തെ രാജ്യങ്ങളെ സംസ്ഥാനങ്ങളെ വലിയ സമാധാനത്തിലേക്ക് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആമേൻ ഹല്ലേലൂയ ആമേൻ നമ്മൾ ആദ്യം പ്രാർത്ഥിച്ച് നമ്മൾ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും വഹിച്ച് ചുരുക്കം വാചകങ്ങളിൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ മേരി മാമ ആമേൻ ഇപ്പോൾ ശബ്ദം ഉയർത്തി ചുരുക്കം വാചകങ്ങളിൽ നമ്മൾ ആദ്യം പറഞ്ഞ് നമ്മൾ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും വഹിച്ച് പ്രാർത്ഥിക്കുന്നതാണ്. ഹല്ലേലൂയ. രാത്രി കാലം എല്ലാ പ്രിയപ്പെട്ടവരും പ്രാർത്ഥനയോടെ ഹല്ലേലൂയ സ്തോത്രം പറഞ്ഞുകൊണ്ടിരുന്നു. യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ കർത്താവേ
ഇന്ന് രാത്രികാലം ആമേൻ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. യേശുവിന്റെ രക്തം, 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 യേശുവിന്റെ രക്തം. രാത്രികാലം പ്രാർത്ഥിക്കുന്ന വിഷയമേ ദൈവത്തിന്റെ കരം പ്രവർത്തിക്കണമേ കർത്താവേ. യേശുവേ നന്ദിയോട് സ്തോത്രം. ആത്മാർത്ഥതയോടെ ഹല്ലേലൂയ ഞങ്ങൾ ഒരുമിച്ച് കർത്താവേ വിടുതലിന് പ്രാർത്ഥിക്കുകയാണ്. പരസ്പരം ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ദൈവം പ്രവർത്തിക്കുക. സംരക്ഷണം അനുഭവിക്കാൻ, നിന്റെ വിടുതലൊന്നും അറിയാൻ, നിന്റെ നന്മയൊന്നും പ്രാപിക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണം. ഞങ്ങളെല്ലാവരും ആത്മീകമായി വളരേണ്ട കർത്താവേ, ഞങ്ങൾ കാഴ്ചപ്പാടുള്ളവരായി മാറട്ടെ, ഞങ്ങൾ വെളിപ്പാടുള്ളവരായി മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി കാലം ഞങ്ങളെ സഹായിക്കണമേ. ഓരോരുത്തർക്കും ജീവന്റെ ചൈതന്യമുള്ളവരായി തീരുവാൻ സഹായിക്കണം. പത്രോസിന്റെ മാളിക അതിന്റെ കരങ്ങളേൽപ്പിക്കുന്നു. ഇതിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ എല്ലാവിധ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
പ്രത്യേകിച്ച് ഒരു വിഷയം കൂടെ പറയാനുണ്ടായിരുന്നു, മറന്നുപോയി. മേരി മാമ കടന്നു പോകുന്ന ചർച്ചിൽ ഒരു സഹോദരന് അറ്റാക്ക് ആയിട്ട് ഹോസ്പിറ്റലിൽ ആയിരിക്കുന്നു. സഭ ഒരുമിച്ച് മെഡിക്കൽ കോളേജിൽ ഐസിയുലായിരിക്കുന്നു പറയാനിടയായി തോന്നുന്നു. ആ സഭ ഒരുമിച്ച് ഇന്ന് രാത്രി കാലം ആ കുടുംബത്തിന് വേണ്ടി ആ സഭയിൽ പ്രാർത്ഥന കൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് മാമ ഇങ്ങോട്ട് വരുന്നെന്ന് പറഞ്ഞപ്പോൾ പ്രത്യേകിച്ച് പാഷ വിളിച്ചു പറഞ്ഞു, പ്രത്യേകിച്ച് ആ വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഇന്ന് രാത്രി കാലം നമുക്ക് അവതരിപ്പിച്ച പ്രിയപ്പെട്ടവനെ ഓർത്ത് ഏത് ഐസുവായിരുന്നു നടുവിലായിരുന്നാലും സ്വർഗത്തിന്റെ സ്വർഗം സ്വർഗം അത്ഭുതം ചെയ്യുന്ന ദൈവമാണ്. കരയുന്ന തന്റെ മക്കളോട് മനസ്സറിയുന്ന ദൈവമാണ്. രാത്രികാലം ആ കുടുംബത്തിനായി ആ പ്രിയപ്പെട്ടവനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഒരു അത്ഭുത വിടുതലിന് രാത്രികാലം ആ പ്രിയപ്പെട്ടവരുടെ കിടക്കുകയും താൻ അനുഭവിപ്പാൻ യേശുവിന്റെ നാമത്തിൽ ഒരു വലിയ ദൈവപ്രവൃത്തിയുണ്ട്. ഒരു ദൈവിക മാനസാന്തരത്തിലേക്ക് തികച്ചും ഒരു മാനസാന്തരത്തിലേക്ക് യേശുവിനെ വിട്ടുപിടിക്കാൻ കഴിയാറുണ്ട്. ഒരു ദൈവിക ബന്ധത്തിലേക്ക് ഇന്ന് രാത്രികാലം കടന്നു വരാൻ ദൈവത്തിന്റെ മഹത്വത്തിലേക്ക് ദേശത്തിനായി നമ്മുടെ ചുറ്റുപാടുള്ള പാവങ്ങളുടെ കുടുംബങ്ങൾക്കായി നമ്മുടെ രാജ്യത്തിനായി നമ്മുടെ സംസ്ഥാനങ്ങൾക്കായി ഒക്കെ നമ്മൾ സ്തോത്രം ചെയ്യാനായിരുന്നു. ആ വിഷയങ്ങളെല്ലാം വഹിച്ചുകൊണ്ട് ബേബിച്ചാന്റെ ഭവനത്തിൽ നടന്ന മാമ ഇപ്പോൾ ശബ്ദമുയർത്തി ചുരുക്കം വാചകങ്ങളിൽ ആ വിഷയങ്ങളെ വഹിച്ച് പ്രാർത്ഥിക്കുന്നതായി. പഠിപ്പിക്കുന്നല്ലോ രാജ്യങ്ങൾക്ക് വേണ്ടി അധികാരികൾക്ക് വേണ്ടി ദേശത്തിന് വേണ്ടി ഒക്കെ പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കുന്ന ദൈവത്തിന്റെ വചനം രാത്രികാലം ഉരുവിട്ട് പ്രാർത്ഥിക്കുകയാണ്. വിശ്വാസത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ യേശുവേ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കും. സ്തോത്രം ചെയ്താണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, നന്ദിയോട് സ്തോത്രം. ആമേൻ. നമ്മുടെ മുമ്പിൽ സമയങ്ങളേറെ ഇല്ല. ആമേൻ. ചുരുക്കം സമയങ്ങൾ മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. ആമേൻ. ഹല്ലേലൂയ. ഇപ്പോൾ ആമേൻ നമ്മുടെ പ്രാർത്ഥനയിലൊക്കെ നമ്മൾ ചെയ്തു വരുന്ന ഒരു കാര്യമാണ്
നമ്മുടെ കൂടെ ആയിരിക്കുന്ന ആമീൻ ദൈവദാസന്മാർ സഹോദരങ്ങളെല്ലാം ആമീൻ അവർക്ക് കൊടുത്തിരിക്കുന്ന കാഴ്ചപ്പാടുകൾ അനുസരിച്ച് ആമീൻ ഹല്ലേലൂയ ചില നിമിഷങ്ങൾ ദൈവത്തിന്റെ വചനം പറയുവാൻ ആമീൻ ഹല്ലേലൂയ ആമീൻ നമ്മൾ അതിനുള്ള അവസരങ്ങൾ കൊടുക്കും. ആമീൻ അത് അവരുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് കാരണമായി മാറുന്നു എന്ന് ഞാൻ അറിയുന്നു. ആമീൻ ഹല്ലേലൂയ ആത്മീകമായി അവർക്ക് ഒരുപാട് വളർച്ചയിലേക്ക് കടന്നു വരുവാൻ ഇടയായി തീർന്നുണ്ട്. ഇന്ന് രാത്രി കാലവും നമ്മുടെ മധ്യത്തിൽ ഹല്ലേലൂയ ആമീൻ ഹല്ലേലൂയ ദാസന്മാരും ആമീൻ സഹോദരങ്ങളും ഒക്കെ ഉണ്ട്. ഇന്ന് രാത്രി കാലം ആമീൻ ചില നിമിഷങ്ങൾ ചില മിനിറ്റുകൾ മാത്രം ആമീൻ വിശ്വച്ചാൻ മുൻപോട്ട് കടന്നു വന്ന് ആമീൻ തനിക്ക് കൊടുത്തിരിക്കുന്നതായ കാഴ്ചപ്പാടുകൾ അനുസരിച്ച് ആമീൻ ഹല്ലേലൂയ താൻ വലിയ വിദ്യാസമ്പന്നനോ ആമീൻ ഒന്നുമല്ല എങ്കിലും ദൈവം കൊടുത്തിരിക്കുന്ന ആമീൻ നിയോഗം അനുസരിച്ച് അല്പസമയം ആമീൻ ഏകദേശം 10 മിനിറ്റോളം ആമീൻ സംസാരിക്കും. അതിനുശേഷം ആമീൻ ദൈവം തരുന്ന നിയോഗം അനുസരിച്ച് ആമീൻ മുൻപോട്ട് നമുക്ക് പോകാൻ തീരുമാനിക്കും. കരുതുന്നവൻ ഞാനല്ലയോ കലങ്ങുന്നതെന്തിനു നീ കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ ഹല്ലേലൂയ. കണ്ണുനീരിന്റെ നടുവിലും കൈവിടാത്ത അരുവനാഥനുണ്ട്. സ്തോത്രം. അതുകൊണ്ടാണ് സാക്ഷാത്കാരം പാടി സ്തോത്രം. കണ്ണീരു വീണാലും ഒപ്പിയെടുത്ത് തുരുത്തിയിലാക്കുന്ന നാഥനുണ്ട്. തുരുത്തി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹമേകുന്ന യേശുവുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ഓരോ കണ്ണുനീരിനും ആമേൻ ദൈവം മറന്നു കളയാതെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമുണ്ട്. നൈൻ പട്ടണത്തിലെ വിധവ തന്റെ ഏക മകൻ മരിച്ച് സ്തോത്രം സ്തോത്രം തന്നെ അടക്കുവാൻ മഞ്ചത്തിൽ കൊണ്ടുപോയി സ്തോത്രം യേശു അതുവഴി വന്ന് സ്തോത്രം കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. ഹല്ലേലൂയ സ്തോത്രം. ആ പട്ടണത്തിലെ ഒരു വിധവയായിരുന്ന ആ വിധവയുടെ മകനായിരുന്നു മരിക്കുക സ്തോത്രം. ആ കണ്ണുനീര് കണ്ട് മനസ്സറിഞ്ഞ് ഹല്ലേലൂയ സ്തോത്രം ആ മകനെ ജീവനുള്ളവരായി അവൻ തന്നെ മാതാവ് ഏൽപ്പിച്ചു കൊടുക്കാനിടെ അപ്പോൾ കണ്ണുനീരിന് മറക്കടക്കാത്ത ദൈവമാണ് സ്തോത്രം സ്തോത്രം. ആമേ സ്തോത്രം. അന്ന ആമേ നിറകടകളോട് ആലയത്തിൽ ആമേ പോകുന്നത്. അതുകൊണ്ട് അന്നരാണ് സ്തോത്രം തന്റെ നിന്ദകൾ മാറ്റുവാൻ പരിഹാസങ്ങൾ മാറ്റുവാൻ ഹല്ലേലൂയ സ്തോത്രം ആലയം വിട്ടു പിരിയാതെ വണ്ണം എനിക്കൊരു തലമുറ വേണം സ്തോത്രം. ആമേ തലമുറ ലഭിക്കാതുകൊണ്ട് സ്തോത്രം ആമേ ചുറ്റുപാടുള്ള ഹല്ലേലൂയ എന്നെ അഭിമാനിക്കുന്നു സ്തോത്രം. എന്നെ പഠിക്കുന്നു ആമേ എന്നെ ഹല്ലേലൂയ നിന്ദാസനവും പരിഹാസങ്ങളും ആമേ ഏറ്റു സ്വന്തം സഹിക്കാൻ വയ്യാതെ വണ്ണം ഹല്ലേലൂയ സ്വന്തം ആമേ ഹാലയത്തിൽ ആമേ മോഹമായി സ്വന്തം ആ ഹന്നയുടെ കണ്ണുനീര് മാറ്റി ആമേ ഹല്ലേലൂയ സ്വന്തം ഒരു സന്താനത്തിന് കുടുംബാംഗങ്ങളും ആമേ ദൈവത്തിന് കഴിവുണ്ടെങ്കിൽ ആമേ സ്വന്തം നമ്മുടെ വിഷയങ്ങൾക്ക് പരിഹാരം തരുവാൻ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ കണ്ണുനീര് മറികടക്കാത്ത ദൈവമാണ് നമ്മുടെ ദൈവം സ്വന്തം. ഹല്ലേലൂയ അളന്നെടുത്ത് ആമേ അനുഗ്രഹമേകുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് ദൈവജനമേ സ്തോത്രം. നാം സ്തോത്രം ഈ ആമേ ദൈവസ്ഥിരിക്കുന്ന വെറുതെയല്ല സ്തോത്രം. ആമേ നമുക്ക് ദൈവത്തിന് എന്തോ കൊടുക്കാനുള്ളത് അവന് തക്ക മഹത്വം കൊടുക്കുക. ദൈവത്തിന് തക്ക മഹത്വം കൊടുക്കുക സ്തോത്രം. അതാണ് സ്തോത്രം ആമേ ദൈവം ആഗ്രഹിക്കുന്നത്. ആമേ അങ്ങനെയാണ് സ്തോത്രം. നമുക്ക് ഇത്രയും ആമേ ജനങ്ങൾ ആമേ ഈ ആമേ ഭാരത നഗരത്തിൽ കടന്നു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഉയർത്തിക്കാട്ടുവാൻ നമ്മുടെ സ്തോത്രം യേശു വിളിച്ചു പറഞ്ഞു സ്തോത്രം. ദൈവമോ മരിച്ചവരുടെ ദൈവമല്ല, പിന്നെയോ ജീവനുള്ളവരുടെ ദൈവമത്രേ. അപ്പോൾ മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ളവരുടെ ദൈവമാണ്. മരിച്ചവരെ ഇപ്പോഴും ആരാധിക്കാൻ പോകുന്നു. ആമേ മരിച്ച ദൈവത്തെ ഇപ്പോഴും ആരാധിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ ദൈവം ഹല്ലേലൂയ മരിച്ചെങ്കിലും 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് ജീവനുള്ള ദൈവമാണ് നമ്മുടെ ദൈവം സ്തോത്രം. ഹല്ലേലൂയ അതാണ് ആമേ നാം സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ആ വിശ്വാസത്തിൽ സ്നാനപ്പെട്ടു വരുമ്പോൾ നാം ഒരു പുതിയൊരു മനുഷ്യരായി പുതിയൊരു സൃഷ്ടിയായി ആമേ സ്തോത്രം. ഹല്ലേലൂയ ആമേ ദൈവം നമ്മുടെ ഒരു ആമേ ഹല്ലേലൂയ പുതിയ മനുഷ്യരായി നമ്മളെ സ്തോത്രം. അതുകൊണ്ട് സ്തോത്രം നാം ആമേ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ജീവനുള്ള ആമേ ദൈവത്തെ ആരാധിക്കുന്ന ഒരു ദൈവിക കൂട്ടായ്മയാണ് സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം. വീണ്ടെടുക്കപ്പെട്ട കൂട്ടായ്മ സ്തോത്രം. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം ആമേ സ്തോത്രം. തിരുവാതിരങ്ങളായിക്കൊണ്ട് സ്തോത്രം വേഗത്തിൽ ഞാൻ സ്തോത്രം നമ്മുടെ ഹല്ലേലൂയ സ്തോത്രം.
കൂട്ടായ്മയുടെ നേതൃത്വം വഹിക്കുന്ന പ്രിയ ദേവദാസങ്ങളുടെ ദേവദാസി കുടുംബം സ്വത്രം ആമേ സ്വത്രം നമ്മുടെ കടന്നു വന്ന നമ്മുടെ പിതാവ് സ്വത്രം ആമേ സ്വത്തിന് ഇവിടെ ആയിരിക്കുന്ന എല്ലാ ദേവദാസിമാർ ദൈവദാസൻ കുഞ്ഞുങ്ങൾ ഏവർക്കും വാക്ക് പറഞ്ഞ നാമത്തിൽ എൻ്റെ സ്നേഹമന്ത്രം സാരമായി അറിയിച്ചുകൊള്ളുന്നു. സ്തോത്രം ഹല്ലേലൂയ. ആമേ സ്തോത്രം. ആമേ 12 തിരുവചനങ്ങൾ വായിക്കുക. സ്തോത്രം 61 അധ്യായത്തിൻ്റെ 4 വാക്യം. ഞാൻ നിന്റെ കൂടാരത്തിൽ എന്നേക്കും വസിക്കും, നിന്റെ ചിറകൻ മറവിൽ ഞാൻ ശരണം പ്രാപിക്കും. സംഘത്തിൽക്കാരൻ ദൈവത്തിന്റെ വചനത്തിലേക്ക് പറഞ്ഞിരിക്കുകയാണ്. എന്താണ് സ്തോത്രങ്ങളെ? ഞാൻ നിന്റെ കൂടാരത്തിൽ എന്നേക്കും വസിക്കും, നിന്റെ ചിറകിൻ മറവിൽ ഞാൻ ശരണം പ്രാപിക്കും. ഹല്ലേലൂയ. ആമേ സ്തോത്രം. ഞാൻ നിന്റെ കൂടാരത്തിൽ എന്നേക്കും വസിക്കും. ആമേ ദൈവത്തിന്റെ കൂടാരത്തിൽ നാം വസിക്കുവാൻ വെക്കണം. ദൈവമായ കർത്താവ് നമ്മളെ വിളിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. അതുകൊണ്ട് സ്തോത്രം. ആമേ നാം ക്രിസ്തുവാകുന്നൊരു ആമേ സഭയാകുന്ന കൂടാരത്തിൽ നാം വസിക്കുമ്പോൾ ആമേ ദൈവത്തിന്റെ ആമേ ഹല്ലേലൂയ നാം ശരണം പ്രാപിക്കുകയാണ്. സ്തോത്രം. തന്റെ കുഞ്ഞുങ്ങളെ ആമേ ഹല്ലേലൂയ കാത്തു സൂക്ഷിക്കുമ്പോൾ പോലെ ആമേ ദൈവമായ കർത്താവ് നമ്മളെ നിരന്തരം കാത്തു സൂക്ഷിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. പ്രതികൂലങ്ങൾ എത്ര വട്ടം കടന്നു വന്ന്, പ്രതിസന്ധികൾ എത്ര വട്ടം കടന്നു വന്ന്, മരണങ്ങൾ എത്ര പ്രാവശ്യം കടന്നു വന്ന്, അവിടെല്ലാം ദൈവത്തിന്റെ ആമേ ചിറകിൻ കീഴിൽ നമ്മളെ മറച്ചുകൊണ്ടിരുന്നു. സ്തോത്രം. ആമേ ശത്രു തൊടാതെ വണ്ണം ഹല്ലേലൂയ അവിടെ ചിറകിൻ കീഴിൽ നമ്മളെ മറച്ചുകൊണ്ടിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. 51 സംഘത്തിന്റെ 1 വാക്യം കേട്ടോട്ടെ. ദൈവമേ, നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ. നിന്റെ കരുണയുടെ ബഹുത്വ പ്രകാരം എന്റെ ലംഘനങ്ങളെ മായച്ചു കളയണമേ. 51 സംഘത്തിന്റെ അല്ല 57 ദൈവമേ എന്നോട് കൃപയുണ്ടാകണമേ. ദൈവമേ എന്നോട് കൃപയുണ്ടാകണമേ. എന്നോട് കൃപയുണ്ടാകണമേ. എന്നോട് കൃപയുണ്ടാകണമേ. ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. അതേ ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം, അതേ ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം ഞാൻ നിന്റെ ചിറകിൻ കീഴിൽ ശരണം പ്രാപിക്കും. സ്തോത്രം. ഹല്ലേലൂയ. ഈ ആപത്തുകൾ ഒഴിഞ്ഞു മാറുവോളം, ഈ പ്രതികൂലങ്ങൾ മാറുന്നിടം വരെ, ഈ പ്രതിസന്ധികൾ മാറുന്നിടം വരെ, ആമേ എനിക്കൊരു സമാധാനം ലഭിക്കുന്നിടം വരെ, എന്റെ വിഷയങ്ങൾക്ക് ഒരു പരിഹാരം നൽകുന്നിടം വരെ ഞാൻ ദൈവത്തിന്റെ സർവശക്തനായ ദൈവത്തിന്റെ ചിറകിൻ കീഴിൽ നാം ആയിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. നാം സ്തോത്രം ദൈവത്തിന്റെ ചിറകിൻ കീഴിലായിരുന്നാൽ ആമേ ഒരു ശത്രു പോലും നമ്മുടെ തൊടുത്തില്ല. സ്തോത്രം. സ്തോത്രം. നമ്മളെ കോഴികളെയൊക്കെ വളർത്തുന്നവരല്ലോ. സ്തോത്രം. മുട്ടയൊക്കെ വെച്ച് വിരിച്ച് അതിനെ പുറത്തിറക്കുമ്പോൾ സ്തോത്രം പരുന്നും കില്ലാനൊക്കെ അതിനെ റാഞ്ചാൻ വരും. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. അതിനെടുക്കാൻ വരുമ്പോൾ സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. കുഞ്ഞുങ്ങളെയൊക്കെ അതിന്റെ ചിറകിൻ കീഴിലേക്ക് അണയ്ക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. അതുപോലാണ് സ്തോത്രം. ആമേ നമ്മളെ ദൈവമായ കർത്താവ് നമ്മളെ ആമേ ഹല്ലേലൂയ. സ്തോത്രം. ദിനം പ്രതി നമുക്ക് വേണ്ടി ആമേ ഹല്ലേലൂയ പരിപാലിക്കുന്നു. സ്തോത്രം. ആമേ ഹല്ലേലൂയ. സ്തോത്രം. 91 സംഘത്തിന്റെ അതിന്റെ സ്തോത്രം. ഹല്ലേലൂയ. 1 വാക്യം വായിക്കാം. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൽ വാഗ്ദാനം ചെയ്യുന്നവൻ യഹോവയെക്കുറിച്ച് അവന്റെ സങ്കേതമാകുന്നു, കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവമാകുന്നു. ഹല്ലേലൂയ. ദൈവം നമ്മുടെ കോട്ടയാകുന്നു, സങ്കേതമാകുന്നു. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. യേശുവിന്റെ രക്തത്താൽ ജയപ്പെടുത്താണ്ട് ഹല്ലേലൂയ ഉയർത്തപ്പെട്ട ദൈവജനമേ ആമേൻ. ദൈവം നമ്മളെ ഹല്ലേലൂയ സ്തോത്രം കൈവിടുകയില്ല. സ്തോത്രം. ഇസ്രായേൽ ജനം ഹല്ലേലൂയ ഇസ്രായേലിൽ നിന്നും ഹല്ലേലൂയ സ്തോത്രം ആമേൻ അവരെ ഹല്ലേലൂയ സ്തോത്രം തന്റെ അടിമത്തിൽ നിന്ന് കൂട്ടി വരുത്തി സ്തോത്രം കൊണ്ടുപോയി. സ്തോത്രം. ഹല്ലേലൂയ അവരെ എവിടത്തേക്കാണ് കൊണ്ടുപോയത്? സ്തോത്രം. ഹല്ലേലൂയ തേനും പാൽ ഒഴുകുന്ന കരാദേശത്തേക്കാണ്, ഒരു നല്ല ദേശത്തേക്കാണ് കൊണ്ടുപോയത്. അങ്ങനെയെങ്കിൽ ദൈവമക്കളെ നാം നല്ലൊരു ദേശമാകുന്ന നിത്യമായ ഭവനത്തിലേക്കാണ് ദൈവമായ കർത്താവ് നമ്മളെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. അതുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ സ്തോത്രം. കർത്താവിന്റെ വരവ് ഏറ്റവും അസന്നമായിരിക്കുന്ന സ്തോത്രം. ഒരു 3-ാം മഹായുദ്ധത്തിന്റെ ആമേൻ ഹല്ലേലൂയ എല്ലാ സ്തോത്ര സന്ദർഭങ്ങളും ആമേൻ കടന്നുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ഭയപ്പെടേണ്ട. സ്തോത്രം. സ്തോത്രം. യേശു പറഞ്ഞു ഭയപ്പെടേണ്ട, നിന്നോട് കൂടെയുണ്ട്, നിന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സ്തോത്രം.
ആമേൻ. ദൈവം നമ്മളെ എത്തിക്കേണ്ടടുത്ത് ദൈവം എത്തിക്കും. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ, ഹല്ലേലൂയ. ദൈവം നമ്മളെ ഉപേക്ഷിക്കുന്ന ദൈവമല്ല, കൈവിടാത്ത ദൈവമല്ല. സ്തോത്രം. ഒരു നാൾ ഞാൻ നിങ്ങളെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്നാണ് ദൈവം വാഗ്ദത്തം പറഞ്ഞിരിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് ആമേൻ, ദൈവജനമേ, നാം ആമേൻ ഹല്ലേലൂയ ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വസ്തയോടും ആമേൻ നേരോടും ആമേൻ ഹല്ലേലൂയ നാം സ്തോത്രമായിരിക്കണം. സ്തോത്രം. ഹല്ലേലൂയ, ആമേൻ. സ്തോത്രം. ദൈവവും അതാണ് ആഗ്രഹിക്കുന്ന. സ്തോത്രം. നമ്മുടെ വിശ്വാസമാണ് ദൈവം കാണുന്നത്. സ്തോത്രം. ആമേൻ. രൂത്തിന്റെ പുസ്തകം ആമേൻ 2-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം വായിച്ചോട്ടെ. സ്തോത്രം. ന്റെ 2-12. നിന്റെ പ്രവൃത്തിക്ക് യഹോവ പകരം നൽകും. നിന്റെ പ്രവൃത്തി യഹോവ പകരം നൽകും. സേനയുടെ ദൈവമായ യഹോവയുടെ ചിറകിൻ കീഴിൽ ആശ്രയിച്ചു വന്നിരിക്കുന്ന നിനക്കവൻ പ്രതിഫലം തരും, പൂർണ്ണ പ്രതിഫലം തരും. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. യേശുവിന്റെ രക്തത്താൽ ജയം. പ്രിയ സഹോദരിയെ, ആമേൻ, പൂർണ്ണ പ്രതിഫലം തരും. സ്തോത്രം. ആമേൻ. നിന്റെ കണ്ണുനീർ ദൈവം കാണുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഒരു പൂർണ്ണ പ്രതിഫലം തരും. ഹല്ലേലൂയ, സ്തോത്രം. വേദനകളെ അറിയുന്ന ദൈവമുണ്ട്. ഭാരങ്ങൾ അറിയുന്ന ദൈവമുണ്ട്. സ്തോത്രം. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, ആമേൻ, നിന്റെ ഭാരം യഹോവയെ ഫലമേൽപ്പിക്കുക. സ്തോത്രം. ആമേൻ, നിന്റെ ഭാരം യഹോവയെ ഫലമേൽപ്പിക്കുക. സ്തോത്രം. ഹല്ലേലൂയ, ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. അതുകൊണ്ട് സ്തോത്രം ചെയ്യാതെ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താഭാരങ്ങളും അവന്റെ മേലിട്ട് കൊടുക്കുക. സ്തോത്രം. ഹല്ലേലൂയ, യേശുവിന്റെ രക്തത്താൽ ജയം. ഒന്നിനെക്കുറിച്ച് നിങ്ങൾ വിചാരപ്പെടേണ്ട. നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോട് അറിയിക്കുക വേണ്ടത്. സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ, ഹല്ലേലൂയ. രൂത്തിനോട് പറയുവാണ്. സ്തോത്രം. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. രൂത്ത് ആമേൻ വന്നതും ഇവിടുത്തെ നമുക്ക് ഹല്ലേലൂയ, സ്തോത്രം. ഭാഗങ്ങളൊക്കെ നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാക്കാം. സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ, ഹല്ലേലൂയ. ജാതീയമായിരിക്കുന്ന രൂത്തായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ, ഹല്ലേലൂയ. നമ്മുടെ യേശുവിന്റെ പാരമ്പര്യത്തിൽ കടന്നു വരാൻ നമ്മുടെ സ്തോത്രം. ഹല്ലേലൂയ. ഈ നാമം ഹല്ലേലൂയ കഴിയുന്ന നാളിൽ ജാതികളായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. യഹൂദനെ എടുത്ത് ബാക്കിയുള്ളവരെല്ലാം ജാതികളാണ്. സ്തോത്രം. ഇവിടുത്തെ സമുദായ കൂട്ടാരക്കാരെല്ലാം ജാതികളാണ്. സ്തോത്രം. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ടാണ് അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവത്തിന്റെ മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. യേശുവിന്റെ മക്കളാവണം. വീണ്ടും ജനിക്കണം. സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. വീണ്ടും ജനിക്കുന്നവർക്ക് മാത്രമേ തീർക്കണം ചെല്ലാനുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. വീണ്ടും ജന്മം പ്രാപിച്ചു ആയിരിക്കുന്ന ആമേൻ ദൈവജനമേ, ആമേൻ, ദൈവം നമ്മളെ കൈവിടുകയില്ല. ആമേൻ, ദൈവം നമ്മളെ ഉപേക്ഷിക്കത്തില്ല. നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മഹാദൈവം ആമേൻ നമ്മുടെ നടുവിലുണ്ട്. സ്തോത്രം. ആ ദൈവത്തിന്റെ ആമേൻ പാദത്തിലാണ് നാം ആയിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. ഏത് പ്രയാസങ്ങൾ കടന്നു വരട്ടെ, ഏത് പ്രശ്നങ്ങൾ കടന്നു വരട്ടെ, ഏത് പരിഹാരം ദൈവം ആമേൻ നൽകുവാൻ തക്കടയാകും. സ്തോത്രം. ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് സ്തോത്രം. ആമേൻ, ആമേൻ, നാം വിശ്വസിച്ചാൽ മതി. സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ, ആമേൻ. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. രക്തസാവർക്കാരി. സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ, ഹല്ലേലൂയ. ആ രോഗത്താൽ ആമേൻ ആ സഹോദരി ഭാര്യയുടെ സ്തോത്രം സകല സമ്പാദ്യങ്ങളും നഷ്ടപ്പെട്ടു. ഹല്ലേലൂയ, സ്തോത്രം. ഈ ചെലവാക്കാനും ചികിത്സിക്കാനും ഒന്നുമില്ല. സ്തോത്രം. ഹല്ലേലൂയ. നിരാശകളായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ, ഹല്ലേലൂയ. അങ്ങനെയുള്ള ഒരു സ്ത്രീ ആമേൻ, ഹല്ലേലൂയ ജനസമൂഹത്തിൽ കടന്നു അലോകത്തിലെ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ന്യായപ്രമാണത്തിൽ അങ്ങനെയുള്ളവരെ കണ്ടാൽ കല്ലെറിഞ്ഞു കൊല്ലുന്ന ഒരു അവസ്ഥയാണ്. സ്തോത്രം. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. ആ സഹോദരിക്ക് ഒരു വിടുതൽ വേണമെന്ന് തന്റെ ഹൃദയത്തിൽ ആഗ്രഹം. സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ, ഹല്ലേലൂയ. യേശു അതുപോലെ ആമേൻ, ഹല്ലേലൂയ തന്റെ ശിഷ്യന്മാരുമായി ആമേൻ പോകുന്ന ആ സന്ദർഭത്തിൽ സഹോദരി എങ്ങനെയോ ആമേൻ കർത്താവിന്റെ ആമേൻ വസ്ത്രത്തിന്റെ തുങ്കൽ തൊട്ടു. അപ്പോൾ ഹല്ലേലൂയ, ആമേൻ, യേശുവിന്റെ ആമേൻ വസ്ത്രത്തിന്റെ തുങ്കൽ തൊട്ടപ്പോൾ തന്നെ സ്തോത്രം ആ രക്തസാവർക്കാരിക്ക് പൂർണ്ണ സൗഖ്യം ലഭിക്കുവാനിടയായ. സ്തോത്രം. ഹല്ലേലൂയ. യേശു പറഞ്ഞു. സ്തോത്രം. എന്നെ ആര് കണ്ടു? ആമേൻ. ശിഷ്യന്മാർ പറഞ്ഞു, അതാ ആൾക്കാർ തിക്കി തിരിഞ്ഞു പോകുന്നു. സ്തോത്രം. ഹല്ലേലൂയ. എങ്ങനെയാണ്? ഹല്ലേലൂയ, സ്തോത്രം. ആരാണെന്ന് ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. യേശു മനസ്സിലായി. എന്നെ ആരോ തൊട്ടു. സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. എന്നെ ആരോ തൊട്ടു. ഹല്ലേലൂയ. എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. സ്തോത്രം. അങ്ങനെയെങ്കിൽ നാം ദൈവത്തിന്റെ സന്നിധിയിൽ നാം ഹല്ലേലൂയ ആമേൻ നിറകണമുണ്ടായിരുന്നാൽ യേശു നമ്മളെ ആമേൻ ഹല്ലേലൂയ വിളിക്കും. സ്തോത്രം.
സ്വത്രം. യേശുവിന്റെ ശക്തി നമുക്ക് പകരും. സ്വത്രം. ആമേ സൗഖ്യം പ്രാപിച്ചപ്പോൾ പറഞ്ഞു നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. സ്വത്രം. ആമേ ഹല്ലേലൂയ. പാപത്തിൽ നിന്നും ഒഴിഞ്ഞു പോയിരിക്കുന്നു എന്ന് പറയുന്ന സ്വത്രം. അപ്പോൾ നിന്റെ വിശ്വാസം അത്രയ്ക്കും വിശ്വാസം ഉണ്ടായത് കൊണ്ടാണ് യേശുവിന്റെ തൊങ്കൽ തൊണ്ടാൽ എനിക്ക് അമ്മയെ വിടുതൽ പ്രാപിക്കും എന്നുള്ളൊരു പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു. സ്വത്രം. അതുകൊണ്ടാണ് സ്വത്രം. ആമേ സ്വത്രം. ാർക്ക് പൂർണ്ണ വിടുതൽ ഇടയായി. സ്വത്രം. 63 സങ്കീർത്തനത്തിന്റെ 7-ാം വാക്യങ്ങളുമായിട്ടുണ്ട്. നീ എനിക്ക് സഹായമായി തീർന്നുവല്ലോ. നിന്റെ തിരക്കിൽ ഞാൻ ഘോഷിച്ചാനന്ദിക്കുന്നു. സ്വത്രം. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന്റെ തിരക്കിൽ കീഴിലായിരുന്നാൽ ഘോഷിച്ചുല്ലസിക്കുവാൻ സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും സ്നേഹത്തിന്റെയും ആമേൻ ഹല്ലേലൂയ ഉല്ലാസത്തിന്റെയും അനുഭവം നമുക്ക് ആമേൻ ദൈവം നമുക്ക് തരുവാൻ ഇടയാകും. നാം ദൈവത്തിന്റെ തിരക്കിലായിരിക്കുന്നു. ഹല്ലേലൂയ. സ്വത്രം. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തോട് ആമേൻ നാം വസിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. സ്വത്രം. ആമേൻ. എന്ന് നാം ഹല്ലേലൂയ ആമേൻ ദൈവത്തോട് സ്വത്രം. ഹല്ലേലൂയ. ആമേൻ അടുക്കുമ്പോൾ സ്വത്രം ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത് സ്വത്രം അവൻ എന്നോട് പറ്റിയിരുന്നാൽ ഞാൻ വിടുവിക്കും. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തോട് നാം പറ്റിയിരുന്നാൽ ദൈവം നമുക്ക് വിടുതൽ തരും. സ്വത്രം. നാം ദൈവത്തോട് പറ്റിയിരിക്കണം. ആമേൻ. ഹല്ലേലൂയ. നാം അവന്റെ നാമത്തെ അറിയാൽ ഞാൻ അവനെ ഉയർത്തും. ആമേൻ. ഹല്ലേലൂയ. ഒരു ഉയർത്തുന്നത് ദൈവത്തിന്റെ ആമേൻ കരങ്ങളായിരിക്കുന്നു. സ്വത്രം. അതുകൊണ്ട് സ്വത്രം. ആമേൻ. സ്വത്രം. ആമേൻ. നീ എനിക്ക് സഹായമായി തീർന്നുവല്ലോ. നിന്റെ കരങ്ങളിൽ ഞാൻ ശരണം പ്രാപിക്കും. സ്വത്രം. ഹല്ലേലൂയ. സന്തോഷത്തിന്റെ സമാധാനത്തിന്റെ ഒരു അനുഭവം നമുക്ക് വേണ്ടി ആമേൻ നമ്മുടെ മഹാദൈവം നമുക്ക് വേണ്ടി തരുന്നു. ആ ദൈവമായ കർത്താവിന്റെ ആമേ സ്വത്രം എന്നും ജീവിക്കുന്ന ദൈവമാണ്. സ്വത്രം. അതുകൊണ്ട് സ്വത്രം. ആമേ സ്വത്രം. രാജ്യത്തിന് അവകാശങ്ങളായി തീരുവാനും നാം സ്വത്രം ആമേ ആയിരിക്കുന്ന ആമേ ദൈവജനമേ സ്വത്രം. 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 നമ്മുടെ ഹല്ലേലൂയ വിശ്വാസം തെറ്റികളയാതെയാണ് നമ്മുടെ വിശ്വാസം ഉറപ്പിടിച്ചുകൊണ്ട് സ്വത്രം നമുക്കുണ്ട്. സ്വത്രം. സ്വത്രം. കാണാൻ നാം പ്രവേശിച്ചിരിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ തിരക്കിൽ നാളുകൾ ആയിരുന്നുണ്ട്. ആമേ സ്വത്രം. ആത്മീയമായി ഉണർന്ന് പ്രവർത്തിച്ച് ആമേ ദൈവനാമത്തിലാക്കി രോഗങ്ങൾ ദൈവം നമ്മുടെ കാര്യങ്ങളെ സഹായിക്കാൻ അനുഗ്രഹം ചെയ്യുമാറാകണമെന്ന് പറഞ്ഞുകൊണ്ട് ദൈവാസികൾ ഹല്ലേലൂയ. ഇങ്ങനെ രാത്രികാലവും കൂടെ ദൈവസന്നിധിയിൽ ചേർന്നിരുന്ന് കർത്താവിനെ കർത്താവിനെ ആരാധിക്കാൻ കർത്താവിന്റെ ഉപകാരങ്ങൾക്ക് നന്ദി പറയാം. കർത്താവ് നമുക്ക് ഒരുമിച്ച് തന്ന വലിയ ഭാഗ്യത്തിനായി സ്തോത്രം പറയാം. ഹല്ലേലൂയ. നാളത്തെ നമ്മുടെ ദിനമല്ല. ആമേൻ. ഹല്ലേലൂയ. നാളെ എനിക്കിത് സാധിക്കുമെന്ന് നമുക്ക് ആർക്കും പറയാനും പറ്റില്ല. ആമേൻ. ദൈവത്തിന്റെ കരുണയും കൃപയും നമ്മളോട് കൂടെ ഉണ്ടെങ്കിൽ മാത്രം നാളെ എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയത്തുള്ളൂ. ആമേൻ. അതൊക്കെ ദൈവത്തിന്റെ കരങ്ങളിലാണ്. ഹല്ലേലൂയ. നമുക്ക് കിട്ടുന്ന സമയങ്ങൾ, കിട്ടുന്ന അവസരങ്ങൾ ആമേൻ ദൈവത്തിന്റെ പാദപീഠത്തിനായിരുന്നു കർത്താവിന് മഹത്വം കൊടുക്കുവാൻ നമുക്ക് കഴിയുമോ ഇല്ലയോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇന്ന് രാത്രികാലം അങ്ങനെ ഒരു അവസരം നമുക്ക് തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നല്ല ദൈവത്തിന്റെ സന്ദേശം. ആമേൻ. ഹല്ലേലൂയ. വലിയ ആമേൻ വിദ്യാസമ്പന്നത ഒന്നും ഇല്ലെങ്കിലും ആ വൈജ്ഞാനിക മണ്ഡലത്തിൽ റോമ വിഗ്രഹത്തെ ആരാധിച്ച് ആമീൻ. ഹല്ലേലൂയ. അതിന് മാലയിട്ട് അതിന്റെ മുൻപിൽ ചെന്നതുകൊണ്ട് ആമീൻ. ഹല്ലേലൂയ. എന്റെ കാര്യങ്ങൾ നടത്തി തരണമെന്ന് ആമീൻ. ഹല്ലേലൂയ. കണ്ണു കാണാത്ത, ചലിക്കാത്ത, സംസാരിക്കാത്ത ആമീൻ. ഹല്ലേലൂയ. കല്ലുകളുടെ മുമ്പിൽ നിന്ന് ആമീൻ. ഹല്ലേലൂയ. അപേക്ഷിച്ച ഒരു മനുഷ്യനാണ്. ഹല്ലേലൂയ. മനുഷ്യനാണ് ജീവനുള്ള ദൈവത്തെ കുറിച്ച് ഇത്രത്തോളം പറയാനിടയായി തീർന്നത്. ഹല്ലേലൂയ. അത് നമുക്കൊരു വലിയ മഹത്വമാണ്. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് ധാരാളമായി കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രി കാലത്തോട് അല്പസമയം കൂടെ നമുക്ക് ആമീൻ ദൈവവചനത്തിൽ ചിന്തിച്ചൊരുമിച്ച് നമുക്ക് പ്രാർത്ഥിച്ച് മടങ്ങി പോകാൻ നമ്മളെ സഹായിക്കട്ടെ. ഇന്ന് രാത്രി കാലം ഹല്ലേലൂയ ആധാരമായി അല്പസമയ ചിന്തയ്ക്കായി നമുക്ക് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം അതിന്റെ 14-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം വായിച്ചാൽ. അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായി ഒരിക്കലും നടന്നിട്ടില്ലാത്തതും കാലിന് ശക്തി
ഇല്ലാത്തത് ഉള്ളൊരു പുരുഷൻ ഇരുന്നിരുന്നു. അവൻ പൗലോസ് സംസാരിക്കുന്നത് കേട്ടു. അവനെ ഉറ്റുനോക്കി സൗഖ്യം പ്രാപിപ്പാൻ അവന് വിശ്വാസമുണ്ട് എന്ന് കേട്ടിട്ട്, നീ എഴുന്നേറ്റു കാലൂന്നി നിവർന്നു നിൽക്ക എന്ന് ഉറക്കെ പറഞ്ഞു. അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവിക ആലോചന ഇത് രാത്രികാലം അവൻ സ്വർഗം നമുക്ക് കൈമാറി. അവൻ നമുക്കറിയാം. അവൻ അതിന്റെ 14-ാം വാക്യം മുതൽ ഇങ്ങോട്ട് വായിക്കുമ്പോൾ വളരെ പ്രതികൂലത്തിന്റെയും പ്രതിസന്ധിയുടെയും വേദനയുടെയും കഷ്ടതയുടെയും നടുവിൽ കൂടാണ് ആമേൻ ഹല്ലേലൂയ ബർബാസും ആമേൻ പൗലോസും കൂടെ ആമേൻ ദൈവത്തിന്റെ ശുശ്രൂഷ ചെയ്ത് വരുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ ആമേൻ. വളരെ കഷ്ടത, കല്ലേറ്, നിന്ന, പരിഹാസം, ആമേൻ ഹല്ലേലൂയ, ഒറ്റപ്പെടുത്തലുകൾ, മാറ്റി നിർത്തലുകൾ, ആമേൻ ഹല്ലേലൂയ, ഇങ്ങനെ പലവിധമായിരിക്കുന്ന പ്രതികൂലങ്ങളിൽ കൂടി അവരെന്ത് ചെയ്യുക? ദൈവത്തിന്റെ വചനം ആമേൻ ഹല്ലേലൂയ ഘോഷിച്ചുകൊണ്ട് അവർ പട്ടണം തോറും ഗ്രാമം തോറും ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് കടന്നു വരികയാണ്. ഹല്ലേലൂയ, നന്ദിയോട് സ്തോത്രം. ഇങ്ങനെ കടന്നു വരുന്ന അവൻ യാത്രയിലാണ് അവർ ഹല്ലേലൂയ ഈ പട്ടണത്തിൽ ഹല്ലേലൂയ ആമേൻ കടന്നു വരുമ്പോൾ അവിടെ വായിക്കുന്നത് ഇങ്ങനെ: അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായി ഒരിക്കലും നടന്നിട്ടില്ലാത്തതും കാലിന് ശക്തിയില്ലാത്തതുമായ ഉള്ളൊരു പുരുഷൻ ഇരുന്നു. ആമേൻ. അവർ ആ പട്ടണത്തിൽ വന്ന് ദൈവത്തിന്റെ വചനം സംസാരിക്കുകയാണ്. ആമേൻ ഹല്ലേലൂയ. ഈ മനുഷ്യൻ ദൂരെ ഇരിക്കുകയാണ്. ഹല്ലേലൂയ. ഒരു വലിയ ദൈവിക സാന്നിധ്യത്തിൽ നിന്നുകൊണ്ട് പത്രോസ് ദൈവത്തിന്റെ യേശുവിന്റെ വചനം ഘോഷിക്കുകയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇവിടെ അവൻ ഈ പത്രോസ് നമ്മൾ വിചാരിക്കും ഈ പൗലോസ് ആമേൻ ഹല്ലേലൂയ ഇങ്ങനെ സംസാരിക്കാൻ എന്താ കാരണമെന്ന്. ഈ പത്രോസ് സംസാരിക്കുന്ന ഈ ആമേൻ പൗലോസ് സംസാരിക്കുന്നത് ദൈവത്തിന്റെ നിയോഗം കൊണ്ടാണ് സംസാരിക്കുന്നത്. ദൈവത്തിന്റെ നിയോഗം അവന് കിട്ടിയിട്ടുണ്ട്. ദൈവത്തിന്റെ ശക്തി അവന്റെ മേൽ പകർന്നിട്ടുണ്ട്. ദൈവം അവനോട് നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. ആ സംസാരത്തിന്റെ സാന്നിധ്യത്തിൽ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ ആ അഭിഷേകത്തിന്റെ സാന്നിധ്യത്തിൽ നിന്നുകൊണ്ടാണ് ഈ ആമേൻ ഹല്ലേലൂയ ദൈവവചനം സംസാരിക്കുന്നത്. അവിടെ നിന്ദകളും പരിഹാസങ്ങളും കല്ലേറുകളും ആമേൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ഒക്കെ ജീവിതത്തിൽ നേരിടുന്നുണ്ട്. അതൊന്നും ആമേൻ പൗലോസ് കാര്യമാക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതെന്താ കാരണമെന്ന് ചോദിച്ചാൽ ആമേൻ 9-ാം അധ്യായത്തിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പൗലോസ് ഉണ്ട്. ആമേൻ ഹല്ലേലൂയ നേർവീതി എന്ന് പറയുന്ന ഒരു പട്ടണത്തിൽ ഹല്ലേലൂയ ഹല്ലേലൂയ യൂദ എന്ന് പറയുന്ന ഒരു ദൈവദാസന്റെ ഭവനത്തിൽ നിന്നാണ് ഈ ആമേൻ ഹല്ലേലൂയ പൗലോസ് കടന്നു വരുന്നത്. ഹല്ലേലൂയ. അതിനു മുമ്പ് ഈ പൗലോസിനെ കുറിച്ച് നമ്മൾ പഠിച്ചാൽ ആമേൻ ഈ പൗലോസ് വളരെ ആമേൻ ഹല്ലേലൂയ ആൺശേഷിയുള്ള ഒരു മനുഷ്യനായിരുന്നു. വളരെ അധികാരത്തിൽ നിൽക്കുന്ന ഒരു മനുഷ്യനായിരുന്നു ഈ മനുഷ്യൻ. ആമേൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന, അല്ലെങ്കിൽ യേശുവിനെ ആരാധിക്കുന്ന വ്യക്തിത്വങ്ങളെ, അത് പുരുഷനാകട്ടെ, അത് സ്ത്രീ ആകട്ടെ, അത് കുഞ്ഞുങ്ങളാകട്ടെ, ആര് തന്നെ ആയിരുന്നാലും അവരെ ഉപദ്രവിക്കുന്ന, അവരെ ബന്ധനത്തിലാക്കുന്ന, അല്ലെങ്കിൽ അവരെ പിടിച്ചു കെട്ടിക്കൊണ്ടു പോകുന്ന ഒരു വലിയ ആമേൻ അധികാരമുള്ള ഒരു മനുഷ്യനായിരുന്നു എന്ന് നമുക്ക് ആമേൻ പുറകോട്ടുള്ള അധ്യായങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഹല്ലേലൂയ. ഒരു മനുഷ്യനെയും ഭയമില്ല. ആമേൻ ഹല്ലേലൂയ. യേശുവിന്റെ വാക്ക് കേട്ടാൽ അവൻ ഈ മനുഷ്യന് ആമേൻ ഹല്ലേലൂയ അരിശം കേറുന്ന ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ യേശുവിനെ വിളിക്കുന്ന ഒരു വ്യക്തിയെ കണ്ടാൽ ആ മനുഷ്യനെ തകർത്ത് കളയാൻ, കൊന്നു കളയാൻ പോലും മടിയില്ലാത്ത ഒരു മനുഷ്യനായിരുന്നു ഈ ആമേൻ പൗലോസ്. ഹല്ലേലൂയ. ഈ പൗലോസിനെ ദൈവം തൊടുന്ന ഒരു ആമേൻ സന്ദർഭങ്ങളുണ്ട്. അങ്ങോട്ടൊന്നും പോകുന്നില്ല. ദൈവം ആ മനുഷ്യനെ തൊട്ട് കഴിഞ്ഞപ്പോൾ ആമേൻ ഹല്ലേലൂയ അവിടെ നിന്ന് ആമേൻ ഹല്ലേലൂയ ഈ മനുഷ്യൻ പോകുന്നത് അവൻ നേർവീതി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അത് തമ്പുരാനാണ് പറയുന്നത്, നീ എഴുന്നേറ്റ് അവൻ നേർവീതി എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് ചെല്ല്, ഒരു പട്ടണത്തിലോ ഒരു ഗ്രാമത്തിലേക്ക് ചെല്ല്. അവിടെ എന്റെ ദാസനായിരിക്കുന്ന ഒരു മനുഷ്യൻ പാർക്കുന്നുണ്ട്, അവന്റെ ഭവനത്തിലേക്ക് നീ ചെല്ല്.
ഹല്ലേലൂയ. ദൈവം തൊട്ട് കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യനെ കണ്ടു കാണാൻ കഴിയത്തില്ല. ഒരു വല്ലാത്ത അവസ്ഥയിലായി. കൂടെ നിന്നവരവനെ പിടിച്ചുകൊണ്ട് ആമേൻ ഹല്ലേലൂയ നേർവീതി എന്ന് പറയുന്ന പട്ടണത്തിലേക്ക് ചെന്ന് യൂദയുടെ ഭവനത്തിലേക്ക് ഈ മനുഷ്യനെ കൊണ്ടുവന്ന് ആക്കുവാനിടയായി തീർന്നു. അപ്പോൾ യൂദ ഒരു ദൈവിക അഭിഷേകമുള്ള മനുഷ്യനാണ്. ഈ യൂദ ഈ മനുഷ്യനോട് കാര്യങ്ങൾ സംസാരിച്ചു. അവൻ ഇങ്ങനെ സംസാരിച്ച കാര്യങ്ങൾ അവന് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ ദൈവത്തിന്റെ ആത്മാവ് അവൻ യവനെ സൗഖ്യമാക്കേണ്ടതിന് യവന്റെ വിശ്വാസം, യവന്റെ അകത്തളങ്ങളിൽ വിശ്വാസത്തിന്റെ ആഴത്തെ വർദ്ധിപ്പിച്ചു കൊടുക്കേണ്ടതിന് അവൻ ദൈവത്തിന്റെ പ്രവൃത്തി ഇന്നതെന്ന് തിരിച്ചറിയുവാൻ വേണ്ടി അവൻ ഹല്ലേലൂയ തമ്പുരാൻ ഒരു മനുഷ്യനെ, ഒരു പ്രാർത്ഥന മനുഷ്യനെ അവിടെ എഴുന്നേൽപ്പിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. അവിടെ നമുക്ക് കാണാൻ കഴിയും അനന്യാസ് എന്ന് പറയുന്ന ഒരു പ്രാർത്ഥന മനുഷ്യനെ ദൈവത്തിന്റെ ആത്മാവ് ആ മനുഷ്യനോട് ഇടപെടുകയാണ്. ആ മനുഷ്യനോട് പറയുന്ന വാക്കാണ്, അവൻ അനന്യാസേ, നീ അവൻ എഴുന്നേറ്റ് വേഗം നേർവീതി എന്ന് പറയുന്ന പട്ടണത്തിലേക്ക് ചെന്നിട്ട് അവിടെ അവൻ ഹല്ലേലൂയ പൗലോസ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഹല്ലേലൂയ ഹല്ലേലൂയ നന്ദിയുടെ സ്തോത്രം, യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുന്നു. ഹല്ലേലൂയ. ഈ പൗലോസ് എന്ന് പറയുന്ന മനുഷ്യൻ ഹല്ലേലൂയ അവന്റെ അടുക്കലേക്ക് കടന്നു ചെന്നിട്ട് അവനെ എന്ത് ചെയ്യണം? നീ പ്രാർത്ഥിച്ച് സൗഖ്യമാക്കണം. പ്രാർത്ഥനയെക്കുറിച്ച് വിശ്വാസമില്ലാത്തൊരു മനുഷ്യൻ അവൻ ഇപ്പോൾ ഈ മനുഷ്യനായിരിക്കുന്നത് കണ്ണ് രണ്ടും എന്ത് ചെയ്തില്ല, കാണാൻ കഴിയുന്നു. അവൻ ഇങ്ങനെ ഒരു അവസ്ഥയിൽ യൂദയുടെ ഭവനത്തിൽ ഇരിക്കുമ്പോഴാണ് ആമേൻ ഹല്ലേലൂയ ദൈവം ആമേൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ അനന്യാസിനെ ആ ഭവനത്തിലേക്ക് പറഞ്ഞു വിടുകയും ഹല്ലേലൂയ ഭവനത്തിലേക്ക് പറഞ്ഞു വിടുകയും എന്ത് ചെയ്യണം? എന്റെ ദാസനായിരിക്കുന്ന മനുഷ്യൻ അവിടെ ഞാൻ ആക്കിയിട്ടുണ്ട്, അവനെ ഞാൻ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അവനെ എന്ത് ചെയ്യണം? നീ പോയി എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. നീ പോയി പ്രാർത്ഥിച്ചവനെ സൗഖ്യമാക്കി പുറത്തു കൊണ്ടുവരണം. ഹല്ലേലൂയ. അനനിയാസ് കേട്ടിട്ടുണ്ട് ഈ മനുഷ്യന്റെ വാർത്തകൾ. അവൻ അനേക ദൈവത്തിന്റെ അവൻ ഹല്ലേലൂയ ഭക്തരെ, അല്ലെങ്കിൽ കർത്താവിനെ അറിയുന്ന അവൻ തന്റെ അവൻ ജനത്തെ അനേകരെ ഹല്ലേലൂയ ഈ മനുഷ്യൻ ഹല്ലേലൂയ ഉപദ്രവിക്കുകയും പിടിച്ചു കെട്ടുകയും അവൻ ഹല്ലേലൂയ അങ്ങനെയുള്ളതായിരിക്കുന്ന വളരെ വേദനപ്പെടുത്തുന്ന വാർത്തകൾ ഈ മനുഷ്യൻ കേട്ടിട്ടുണ്ട്. ഈ മനുഷ്യൻ അതിശയപ്പെടാനിടയായിട്ടുണ്ട്. ഇങ്ങനെ ഒരു മനുഷ്യന്റെ അടുക്കലേക്കാണോ ഞാൻ കടന്നു പോകുന്നത്? ഹല്ലേലൂയ. അവൻ ദൈവം അവൻ ധൈര്യവും ഉറപ്പും കൊടുത്ത് ആത്മസാന്നിധ്യത്തിൽ ഹല്ലേലൂയ ഈ മനുഷ്യൻ അവൻ കടന്നു പോകുകയാണ്. ഹല്ലേലൂയ. അതിന്റെ 9-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം ഒന്ന് വായിച്ചു. അവൻ എന്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുൻപിൽ വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നവരും മാത്രമാകുന്നു. ഈ മനുഷ്യൻ ചെന്ന് പ്രാർത്ഥിച്ചു. ഈ മനുഷ്യന്റെ കണ്ണുകൾ കാണുവാനിടയായിട്ടുണ്ട്. ദൈവത്തിന്റെ പ്രവൃത്തി അവൻ യഥാർത്ഥമായി മനസ്സിലാക്കുവാനിടയായിട്ടുണ്ട്. ഹല്ലേലൂയ. ദൈവം അവൻ ആരാണെന്നും ദൈവം അഭിഷക്തന്മാരിൽ കൂടി അവൻ പ്രവർത്തിക്കുന്ന ദൈവമാണെന്നും ദൈവം തന്റെ ഹല്ലേലൂയ ദാസന്മാരെ അയച്ച് അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണെന്നല്ല ഈ പൗലോസ് അത് മനസ്സിലാക്കുവാനിടയായിട്ടുണ്ട്. അവൻ അതിനുശേഷമാണ് ദൈവം അവനോട് സംസാരിക്കുകയാണ്. ദൈവം പൗലോസിനോട് സംസാരിക്കുന്ന വാക്കാണ് നമ്മൾ 15-ാം അധ്യായം 9-15 വായിക്കുന്നത്. ഒന്നും കൂടെ വായിച്ചു മനസ്സിലായി. കർത്താവ് അവനോട് നീ പോക, അവൻ ഹല്ലേലൂയ അനന്യാസിനോട് പറയുക, നീ എന്ത് ചെയ്തോ? നീ പൊക്കോ. ഇവനെ കുറിച്ച് ഞാൻ പറയാൻ പോകുന്ന ദൂതാണ് നിന്നോട് പറയാൻ പോകുന്നത്. ഇവൻ ഹല്ലേലൂയ അവൻ അനേക രാജാക്കന്മാരുടെ മുൻപിൽ, അനേക പ്രഭുക്കന്മാരുടെ മുൻപിൽ, അനേക പട്ടണങ്ങളിൽ, അനേക ഇടങ്ങളിൽ എന്താണ് ഇവൻ എന്റെ നാമവുമായി കടന്നു പോകേണ്ടവരാണ്. അതിനാണ് ഞാൻ അവനെ എന്ത് ചെയ്തത്? വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത്. അതിന്റെ താഴ്ത്ത വാക്യം വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നു അനേക കഷ്ടതകളും. വായിച്ചു. കർത്താവ് മുൻകൂട്ടി പറയുന്ന വാക്കാണ്. ഇവിടെ പറയുന്ന വാക്ക് കേട്ടോ, എന്റെ നാമത്തിന് വേണ്ടി ഇവൻ എന്തെല്ലാം കഷ്ടം അനുഭവിക്കുന്നുണ്ടാകുന്നു. കഷ്ടം അനുഭവിക്കാനാണ് അവൻ ഒരു ദൈവ ശുശ്രൂഷകന്റെ നിയോഗം. അവൻ സുഖം അനുഭവിക്കാനല്ല. ഇവിടെ നമ്മൾ വായിച്ചത് വ്യക്തമായി വചനം വായിച്ചു കേട്ടത്. അവിടെ ദൈവമാണ് പറയുന്നത്, ഇവൻ എന്റെ നാമവുമായി കടന്നു പോകുന്ന ഇടങ്ങളിൽ വളരെ കഷ്ടങ്ങളും വളരെ പ്രയാസങ്ങളും ഭാരങ്ങളും അനുഭവിക്കേണ്ടവരാണ്. ഹല്ലേലൂയ.
നന്ദിയോട് സ്തോത്രം. അപ്പോൾ ഹല്ലേലൂയ അതിന്റെ 14-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ വായിക്കുന്നത് ആമേൻ ഹല്ലേലൂയ ഇക്കുനിയിലും അവർ ഹല്ലേലൂയ ഒരുമിച്ച് യഹോവയുടെ ആമേൻ ഹല്ലേലൂയ യഹോവയുടെ അരുളപ്പാട് അനുസരിച്ച് അവർ ആമേൻ ആ പട്ടണങ്ങൾ തോറും ഇങ്ങനെ ആമേൻ ദൈവത്തിന്റെ വചനം ഘോഷിച്ചു വരികയാണ്. അനേക പ്രതികൂലങ്ങൾ അവിടെ മുതൽ അവർക്ക് ഇങ്ങനെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ആമേൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ. അവിടെ വായിക്കുന്നത് പരീശന്മാരും ശ്രേഷ്ഠന്മാരും ഒക്കെ ഇവരെ പരിഹസിക്കുകയും ഇവരെ നിന്ദിക്കുകയും ഇവരെ തള്ളിക്കളയുകയും ഇവരെ ഒറ്റപ്പെടുത്തുകയും ആമേൻ ജനത്തെ കൂട്ടി ഇവരെ കല്ലെറിയുകയും അങ്ങനെ വളരെ പ്രതികൂലങ്ങൾ നടുവിൽ ദൈവത്തിന്റെ ശുശ്രൂഷകൾ ചെയ്തുകൊണ്ട് ആമേൻ അഭിഷിക്തന്മാർ കടന്നു വരികയാണ്. ഹല്ലേലൂയ. ഇങ്ങനെ വരുമ്പോഴാണ് ഇവിടെ നമ്മൾ 8-ാം വാക്യത്തിൽ കാണുന്നത് നമ്മൾ വായിച്ച വാക്യം. ഹല്ലേലൂയ. അവിടെ വായിച്ചേ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായി ഒരിക്കലും നടന്നിട്ടില്ലാതെയും കാലിന് ശക്തിയില്ലാതെയും ആമേൻ ഹല്ലേലൂയ. ഇവർ ആമേൻ ആമേൻ ദൈവത്തിന്റെ വചനം സംസാരിച്ചുകൊണ്ട് ഈ ആമേൻ ലുദ്യ എന്ന പട്ടണത്തിലേക്ക് കടന്നു വരുമ്പോൾ ആമേൻ ഹല്ലേലൂയ അവിടെ ഇവർ ഒരുമിച്ച് രണ്ടുപേര് ആമേൻ ഹല്ലേലൂയ ആമേൻ ബർന്നബാസും ആമേൻ ഹല്ലേലൂയ പൗലോസും കൂടെ ഒരുമിച്ച് നിന്നുകൊണ്ട് ദൈവത്തിന്റെ വചനം സംസാരിക്കുമ്പോൾ അവിടെ കാണുന്ന കാഴ്ച ഇതാണ്. അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായി ഒരിക്കലും നടന്നിട്ടില്ലാതെയും കാലിൽ ശക്തിയില്ലാതെയും അവൻ ഉള്ളൊരു പുരുഷനിരുന്നിരുന്നു. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. അവൻ നിന്ദിച്ചവരുടെ മധ്യത്തിൽ, പരിഹസിച്ചവരുടെ മധ്യത്തിൽ, അല്ലെങ്കിൽ കല്ലെറിഞ്ഞവരുടെ മധ്യത്തിൽ ദൈവത്തിന്റെ മഹത്വം എവരിക്കൂടി വെളിപ്പെടുത്താൻ പോകുക ദൈവം. ഹല്ലേലൂയ. അവൻ നിന്നെ അവൻ ഒരിക്കൽ തള്ളി പറഞ്ഞെങ്കിൽ, നിന്നെ ഒരിക്കൽ അസഭ്യം പറഞ്ഞെങ്കിൽ, നിന്നെ ഒരിക്കൽ വേർതിരിച്ചു നിർത്തിയെങ്കിൽ അവൻ ആ ജനത്തിന്റെ മുൻപിൽ നിന്നുകൊണ്ട് തന്നെ അവൻ നിന്നെ മാന്യനാക്കി, അവൻ നിന്നെ അവൻ ശ്രേഷ്ഠനാക്കി മാറ്റുന്ന ഒരു ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഇവിടെ അവൻ ദൈവം അവൻ അവനെ കാണിക്കുകയാണ്. അവൻ ദൂരെ ഒരു മനുഷ്യനിരിക്കുകയാണ്. അവൻ അവൻ ജനിച്ചപ്പം മുതൽ മുടന്തനാണ്. അവൻ അവന്റെ കാലിന് ബലമില്ലാത്തവനാണ്. അവൻ ഒരിക്കലും അവൻ എഴുന്നേറ്റ് നടക്കാൻ സാധ്യതയില്ലാത്ത ഒരു മണ്ഡലം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ പട്ടണത്തിലുള്ള സകല ജനങ്ങളും ഈ മനുഷ്യനെ കാണുന്നവരാണ്. ഒരിക്കലും അവൻ എഴുന്നേൽക്കാൻ സാധിക്കത്തില്ല. കാരണം അവൻ അതിൽ ജന്മനാൽ അവൻ മുടന്തനാണ്. അടുത്തത് ഇവന്റെ കാലിൽ എന്ത് ചെയ്യില്ല? ബലമില്ല. അവൻ അവന്റെ കാലൂന്നി നിൽക്കാൻ അവന്റെ കാലിൽ എന്തില്ല? ബലമില്ല. യേശുവിന്റെ നാമത്തിൽ നമ്മൾ കണ്ടിട്ടില്ലേ? അവൻ ഒരു കാല് അവൻ നമ്മളെ പോലെ നല്ല ബലമുള്ള കാലായിരിക്കും, പക്ഷെ ഒരു കാല് അവൻ ചെറിയ അവൻ നല്ലൊരു കാക്കണക്കമ്പിന്റെ പോലും അവൻ ബലം കാണത്തില്ല. അവൻ ആ കാൽ എടുത്തു വെക്കാൻ പോലും കഴിയത്തില്ല. ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം. നമ്മുടെ അടുക്കൽ അവൻ ഒരു പൈതലുണ്ട്. ആമേൻ ഹല്ലേലൂയ. അവൻ വിശ്വാസാന്റെ വീടിന്റെ അടുത്തൊരു പൈതലുണ്ട്. ആമേൻ. അവന്റെ 2 കാലും അങ്ങനെയുള്ളതാ. അവൻ 2 കാലും അവൻ കാലിന് ബലമില്ല. അവൻ 2 കമ്പ് കൊണ്ടാണ് നടക്കുന്നത്. അപ്പോൾ ഇവനെ ഈ സ്ഥലത്തുള്ള അല്ലെങ്കിൽ ആ ഗ്രാമത്തിലുള്ള അവൻ സകലമായ ആളുകൾക്ക് അറിയാം. ഇവൻ ഒരിക്കലും നടക്കണം. ഹല്ലേലൂയ. അതിനൊരു സാധ്യതയില്ലെന്നറിയാം. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു സാധ്യതയുമില്ല. ഇവൻ എഴുന്നേൽക്കത്തില്ല, ഇവൻ ഊന്നി നിൽക്കത്തില്ല എന്ന് സകലർക്കും അറിയാം. ആമേൻ. ആ സകലരും ആമേൻ ഹല്ലേലൂയ നോക്കി നിൽക്കുന്ന മണ്ഡലത്തിൽ ആമേൻ ഹല്ലേലൂയ നിന്ദിച്ചവരുടെയും കല്ലെറിഞ്ഞവരുടെയും അവൻ മാറ്റി നിർത്തിയവരുടെയും മുമ്പിൽ അവൻ ഹല്ലേലൂയ ദൈവത്തിന്റെ അഭിഷേകന്മാരെ അവൻ ജനത്തിന്റെ നടുവിലേക്ക് ഇറക്കി നിർത്തുകയാണ്. തമ്പുരാൻ എന്തിനെന്നറിയാമോ? അവൻ കർത്താവിന്റെ മഹത്വത്തെ അവൻ ഈ അവൻ ഹല്ലേലൂയ അഭിഷേകന്മാരിൽ കൂടി വെളിപ്പെടുത്തി കാണിക്കാൻ. ഹല്ലേലൂയ. അവൻ ഇവരുടെ പ്രസംഗം കേട്ടുകൊണ്ട് പരിഹസിച്ച് നിന്നവരും അവൻ അങ്ങനെ കുറ്റം പറഞ്ഞവരൊക്കെ അവൻ ഉണ്ട് ഈ കൂട്ടത്തിൽ. ഹല്ലേലൂയ. ഇവരെ ഓടിച്ചു വിട്ടവരും ഈ കൂട്ടത്തിലുണ്ട്. ഹല്ലേലൂയ. ആ സന്ദർഭത്തിലാണ് അവിടെ നമ്മൾ വായിക്കുന്നത് അവർ ദൈവത്തിന്റെ വചനം ആധികാരികമായി ദൈവത്തിന്റെ വചനം അത്ഭുതകരമായ നിലവാരത്തിൽ ആരുടെയും മുഖപക്ഷം നോക്കാതെ ആരുടെയും വലിപ്പമോ ചെറുപ്പമോ നോക്കാതെ ദൈവത്തിന്റെ വചനം ഇരുവാഴ്ചയുള്ള വാളായ വചനം മുൻപും പിൻപും നോക്കാതെ ജനത്തിന്റെ മുൻപിലേക്ക് നിന്നുകൊണ്ട് അവർ വിളിച്ചു
സംസാരിച്ചു വാനൽ സംസാരിക്കുമ്പോൾ വിളിച്ചു ഘോഷിക്കുമ്പോൾ അവരുടെ കണ്ണിൽ പെടുന്ന ഒരു കാഴ്ചയുണ്ട്. അങ്ങ് ദൂരെ ഒരുവൻ ഇരിക്കുകയാ. അവൻ ഇരിക്കുന്നതെന്ന് അവൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാ. യേശുവിന്റെ നാമത്തിൽ അവൻ ഈ വചനം അവന്റെ കാതുകളിലേക്ക് അവൻ ഇടിച്ചു കയറിക്കൊണ്ടിരിക്കുകയാ. ഈ വചനം അവന്റെ ഹൃദയത്തെ അവൻ വളരെ ശോധന ചെയ്തുകൊണ്ടിരിക്കുന്ന വചനമാ. ദൈവത്തിന്റെ അഭിഷിക്തന്മാർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന മാത്രയിൽ തന്നെ അവൻ പൗലോസ് നോക്കുമ്പോൾ ഒരുവൻ ശ്രദ്ധിച്ചിരിക്കുന്നതായി കാണാൻ കഴിയുന്നു. ആമേൻ, ഹല്ലേലൂയ, ആമേൻ. അത്രയും പേർ, ഒരു വലിയ ജനക്കൂട്ടമുണ്ടെന്ന് നമ്മൾ ചിന്തിച്ചോ? ഹല്ലേലൂയ. അത്രയും ആളുകളുടെ ഇടയിൽ പൗലോസ് ദൈവത്തിന്റെ വചനം സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പൗലോസിന്റെ കണ്ണിൽ അങ്ങ് അകലെ ഒരു മനുഷ്യനെ കാണുകയാണ്. ശ്രദ്ധിച്ചിരിക്കുന്ന ഒരു മനുഷ്യനെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഏകാഗ്രതയോടും ശ്രദ്ധയോടും ദൈവത്തിന്റെ പാദപീഠത്തിൽ വളരെ ആത്മാർത്ഥതയോടും ഇരുന്നാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ലഭിക്കത്തുള്ളൂ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒന്നും നമുക്ക് ലഭിക്കാൻ കഴിയത്തില്ല. നമ്മുടെ ജീവിതത്തിൽ ഒന്നും നമുക്ക് നേടിയെടുക്കാൻ കഴിയത്തില്ല. ആമേൻ, ഹല്ലേലൂയ. ഇവിടെ നാം വായിച്ചത് കേട്ടോ, ഈ മനുഷ്യൻ ഹല്ലേലൂയ പൗലോസിന്റെയും ആമേൻ ഹല്ലേലൂയ ബർനബാസിന്റെയും ആമേൻ ഹല്ലേലൂയ ഈ ആമേൻ ആത്മീകമാകുന്ന ദൈവിക സന്ദേശങ്ങൾ അവൻ കേട്ടു വളരെ ശ്രദ്ധയോടെ ഇരിക്കുകയാണ്. അവൻ പരിസരങ്ങളെ മറന്ന്, അവൻ ചുറ്റുവട്ടങ്ങളെ മറന്ന്, അവന്റെ അടുത്തിരിക്കുന്നവരെ മറന്ന്, അവൻ സകലരെയും മറന്നിട്ട് അവൻ ദൈവത്തിന്റെ ആമേൻ ഹല്ലേലൂയ അത്ഭുതകരമായിരിക്കുന്ന വചനത്തെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ ആത്മസാന്നിധ്യം അകത്തളങ്ങളിൽ അവൻ ഹല്ലേലൂയ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ അഭിഷേകൻ അവൻ ദൂരെ നിന്നുകൊണ്ട് തന്നെ അവനെ ഒറ്റ നോട്ടത്തിൽ കാണാനിടയായി തീർന്നു. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ അഭിഷേകത്തെ മനസ്സിലായി യവന്റെ ജീവിതത്തിൽ ഒരു ദൈവപ്രവൃത്തി നടക്കാൻ പോകുകയാണ്. യവന്റെ ജീവിതത്തിൽ ഒരു സൗഖ്യം നടക്കാൻ പോകുകയാണ്. യവന്റെ ജീവിതത്തിൽ ഒരു വിടുതൽ നടക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവനെ ആർക്കും വേണ്ടായിരിക്കും, ഇവൻ മാറിയിരിക്കുന്നവനായിരിക്കും. ആമേൻ. ഇവനെ കുറിച്ച് എല്ലാവരും പറയുന്ന ഒരു വാർത്തയുണ്ട്. ആമേൻ, ഹല്ലേലൂയ. അവനെ കളിയാക്കുന്ന, അവനെ കേട്ടും കേൾക്കാതെ ഇവനെ കളിയാക്കുന്നതിന്റെ വാർത്തകൾ കാണും. അവൻ മുടന്ത എന്ന് വിളിക്കുന്ന വാർത്ത കാണും. ഒരിക്കലും എഴുന്നേൽക്കാൻ കഴിയാത്ത, രണ്ട് കാലും അവൻ ശേഷിയില്ലാത്ത, അവൻ ഹല്ലേലൂയ അവൻ നിറങ്ങി നടക്കുന്ന ഒരുവനാണ്. ദൂരെ ഇരുന്നുകൊണ്ട് അവന്റെ ജീവിതത്തിൽ അവൻ ഉൾക്കൊള്ളാൻ പോലും കഴിയത്തില്ല. ഈ യേശുവിനെ വിടുവിക്കുമെന്ന്, ഈ യേശുവിനെ സൗഖ്യമാക്കുമെന്ന് അവൻ ഒരിക്കലും ചിന്തിക്കാൻ കഴിയത്തില്ല. കാരണം അവൻ ഹല്ലേലൂയ അവൻ നിറങ്ങി നടക്കുന്നവരാണ്. അവൻ എങ്കിലും അവന്റെ അടുത്തവങ്ങളിൽ ദൈവത്തിന്റെ അഭിഷേകന്മാർ ആത്മസാന്നിധ്യത്തിൽ നിന്നുകൊണ്ട് ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുമ്പോൾ അവൻ ശ്രദ്ധയോടെ കേൾക്കുക. ഈ ദൈവം എന്നെ വിടുവിച്ചിരിക്കുന്നു. ഈ ദൈവം എന്നെ സൗഖ്യമാക്കും. ഈ ദൈവം എന്നെ സൗഖ്യമാക്കാൻ മതിയായവരാണ് എന്നുള്ള അകത്തളങ്ങളുടെ ഒരു വലിയ ബോധ്യം അവന്റെ അകത്തളങ്ങളിൽ ഉണ്ടായതുകൊണ്ടാണ് ഈ മനുഷ്യൻ നോക്കുമ്പോൾ അവന്റെ ഈ പൗലോസിന്റെ ദൃഷ്ടി ഈ മനുഷ്യന്റെ മുകളിലേക്ക് ചെന്ന് പതിക്കാനിടയായിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ രണ്ട് കാര്യം നടക്കുകയാണ്. അവൻ നിന്ദിച്ചുള്ള മധ്യത്തിൽ, പരിഹസിച്ചുള്ള മധ്യത്തിൽ, ആമേൻ, ഹല്ലേലൂയ. ദൈവത്തിനുള്ള രണ്ട് പ്രവൃത്തികൾ ചെയ്യണം. നിന്ദിച്ചവന്റെയും പരിഹസിച്ചവന്റെയും കല്ലെറിഞ്ഞവന്റെയും ആമേൻ, ഹല്ലേലൂയ അവൻ മുൻപിൽ എന്ത് ചെയ്യണം? എന്റെ അഭിഷേകന്മാരെ മാനിക്കണം. ഹല്ലേലൂയ. അവൻ നീ ഒരിക്കൽ കല്ലെറിഞ്ഞതാ, നീ ഒരിക്കൽ അവനെ തള്ളിപ്പറഞ്ഞതാ, നീ ഒരിക്കൽ വിരച്ചൂണ്ടിയതാ, നീ ഒരിക്കൽ പരിഹസം പറഞ്ഞതാ. ഹല്ലേലൂയ. ഇതാ നീ നിന്റെ മുൻപിൽ ഞാൻ അവരെ മാനിക്കത്തക്കവണ്ണം, ഞാൻ അവരെ ഉയർത്തത്തക്കവണ്ണം, അവൻ ഞാൻ അവരെ ബലപ്പെടുത്തി നിർത്തത്തക്കവണ്ണം ഒരു ദൈവപ്രവൃത്തി, എന്റെ ശക്തി അവൻ ഞാൻ അവരിലേക്ക് പറയാൻ പോകുകയാണ്. ആ ഒരു ചിന്ത ദൈവത്തിന്റെ ഹൃദയത്തിനകത്താണ് വെളിപ്പെട്ടതുകൊണ്ട് പൗലോസിനെ അവിടെ നിർത്താനിടയായിട്ടുള്ളത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടാമത്തെ കാര്യം എന്തെന്നറിയാമോ?
ഒരിക്കലും നടക്കത്തില്ലെന്ന് പറഞ്ഞ് കുറ്റം പറഞ്ഞ് നിന്ദാവാക്കുകൾ പറഞ്ഞ് പരിഹാസം പറഞ്ഞ് കളിയാക്കുകൾ കേട്ട ഒരു മനുഷ്യനാണ്. 2 കാലും അവൻ ശേഷിയില്ലാത്ത അവൻ ഹല്ലേലൂയ ജന്മനാൽ മുടന്തനായിരിക്കും ഒരു മനുഷ്യൻ ഇരിക്കുകയാണ്. അവൻ ഹല്ലേലൂയ അവൻ ഹല്ലേലൂയ പട്ടണത്തിൽ വരണമെങ്കിൽ അവൻ ഹല്ലേലൂയ എത്ര സമയം പിടിച്ചു കാണും അവന്റെ ഭവനത്തിൽ നിന്ന് ആ പാതിരി ആ പ്രസംഗം നടക്കുന്ന അല്ലെങ്കിൽ ആ സുവിശേഷ പ്രസംഗം നടക്കുന്ന അവൻ ആ സ്ഥലത്തെത്തണമെങ്കിൽ ഹല്ലേലൂയ അവൻ എല്ലാവരെയും വകഞ്ഞു മാറ്റി അവൻ ഇടഞ്ഞായിരിക്കും അവിടെ വന്നത്. ഹല്ലേലൂയ അവൻ ഇതിന്റെ അവൻ കേൾക്കുന്ന വചനം അവൻ ഹല്ലേലൂയ നമുക്കൊന്ന് ചിന്തിക്കാൻ കഴിവുള്ളതേ ഉള്ളൂ. അവൻ ചിലപ്പോൾ പൗലോസ് പറയുന്നതാണ് അവൻ ഹല്ലേലൂയ മരിച്ചവനെ എഴുന്നേൽപ്പിക്കുന്ന ദൈവമാണ് എന്റെ ദൈവം. അവൻ ഹല്ലേലൂയ അവൻ കുരുടന് കാഴ്ച കൊടുക്കുന്നവനാണ് എന്റെ ദൈവം. ഹല്ലേലൂയ പക്ഷപാതക്കാരെ എഴുന്നേൽപ്പിക്കുന്നവനാണ് എന്റെ ദൈവം. അവൻ 38 വർഷക്കാലം കുളത്തിലേക്ക് കിടന്നവരെ എഴുന്നേൽപ്പിച്ചതാണ് എന്റെ ദൈവം. ഹല്ലേലൂയ 12 വർഷം ക്ഷാമമുണ്ട് അവൻ സമൂഹത്തിറങ്ങാൻ കഴിയാതെ അവൻ ഭാരപ്പെട്ട മരണത്തിലേക്ക് കടന്നു നീങ്ങിയവരെ അവൻ ഹല്ലേലൂയ വിടുവിച്ചവനാണ് എന്റെ ദൈവം. ഈ ദൈവ ശബ്ദമാണ് അവൻ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ ഹല്ലേലൂയ ഈ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിടുതലിനെ കുറിച്ചുള്ള സൗഖ്യങ്ങളെ കുറിച്ചുള്ള വാർത്തയാണ് അവൻ ആ പട്ടണത്തിൽ പൗലോസ് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ മനുഷ്യൻ വിശ്വസിക്കാൻ കാരണമായത്. അതുകൊണ്ടാണ് ഈ മനുഷ്യൻ ഏറ്റെടുക്കാൻ കാരണമായത്. ഹല്ലേലൂയ അവൻ മരണത്തിൽ നിന്ന് വിടുവിക്കുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ ഹല്ലേലൂയ അവൻ തള്ളപ്പെട്ട സ്ഥാനത്ത് നിന്ന് വിടുവിച്ച് പുറത്തു കൊണ്ടുവരുവാൻ ഹല്ലേലൂയ അവൻ പ്രാപ്തിയുള്ള ദൈവമുണ്ടെങ്കിൽ അവൻ എന്നെയും വിടുവിക്കുമെന്നുള്ള ഒരു ഉത്തമ ബോധ്യം അവന്റെ കർത്തവ്യങ്ങളിൽ ഉള്ളിടുവാനിടയായിത്തീരുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. ആമേൻ ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ വായിക്കുന്നത് എങ്ങനെയാണ്? ആമേൻ ഹല്ലേലൂയ അവൻ പൗലോസിന്റെ പൗലോസ് സംസാരിച്ചുകൊണ്ട് അവൻ ഹല്ലേലൂയ കേട്ട് അവൻ ഹല്ലേലൂയ ഉറ്റുനോക്കി. പൗലോസ് അവനെ ഉറ്റുനോക്കുകയാണ്. ഇവന്റെ പൗലോസിന്റെ പ്രസംഗം കേട്ടുകൊണ്ട് ഈ പൗലോസിനെ ശ്രദ്ധിച്ചിരിക്കുകയാണ്. പൗലോസിന്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വചനവും അവൻ എങ്ങനെ ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതെന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ അത് അത്ഭുതമായി മാറും. അതെന്റെ ജീവിതത്തിൽ വിടുതലായി മാറും. അതെന്റെ ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിക്കുമെന്ന് അവൻ ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു സാധ്യതയില്ല. ഹല്ലേലൂയ ഒരു സാധ്യതയില്ലാത്ത സ്ഥാനത്താണ് ഈ മനുഷ്യൻ ദൈവത്തിന്റെ വിശുദ്ധന്മാരുടെ പ്രസംഗം ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നത്. ആമേൻ. ഇന്ന് രാത്രികാലം പറയാം എത്ര പേര് ഏറ്റെടുക്കും? ഹല്ലേലൂയ എത്ര പേര് ഏറ്റെടുക്കും? അവിടെ ദൂതോ ആമേൻ ഹല്ലേലൂയ തലയിൽ കൈവച്ചുള്ള ദൂതോ പ്രവചനങ്ങൾ ഒന്നുമില്ല. ആമേൻ അവിടെ ദൈവത്തിന്റെ വചനം ആധികാരികമായി സംസാരിക്കുകയാണ്. ആമേൻ കാരണം അവിടെ ആരുടെ മുഖത്ത് നോക്കുന്നില്ല, ആരുടെ മുഖസ്തുതിയാണ് നോക്കുന്നില്ല. കാരണം എന്തെന്നറിയാമോ? ആമേൻ കല്ലേറിന്റെയും നിന്ദയുടെയും പരിഹാസത്തിന്റെയും ആമേൻ ഹല്ലേലൂയ ആ ഒരു വലിയ അനുഭവത്തിൽ നിന്നുകൊണ്ട് പൗലോസ് പ്രസംഗിക്കുന്നത്. ഹല്ലേലൂയ അവിടെ ആമേൻ ഹല്ലേലൂയ തമാശ പറയാൻ സമയമില്ല. അവിടെ ആരെയും പൊക്കി പറയാൻ സമയമില്ല. അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടേണ്ടതാണ്. അവിടെ ദൈവിക വിടുതൽ വെളിപ്പെട്ടു വരേണ്ടതാണ്. അതുകൊണ്ട് ആമേൻ ഹല്ലേലൂയ പൗലോസ് ആധികാരികമായി നിന്നുകൊണ്ട് പരിശുദ്ധാത്മാവിൽ നിന്നുകൊണ്ട് ആമേൻ ഹല്ലേലൂയ ദൈവത്തിന്റെ ദൂതുകൾ ആമേൻ ഹല്ലേലൂയ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഈ മനുഷ്യൻ ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആമേൻ ഹല്ലേലൂയ ആമേൻ. വായിച്ചാണ് അടുത്ത വാക്യം. അവൻ അവനെ ഉറ്റുനോക്കി സൗഖ്യം പ്രാപിക്കുവാൻ അവന് വിശ്വാസമുണ്ട് എന്ന് കണ്ടിട്ട് ഹല്ലേലൂയ നന്ദിയുടെ സ്തോത്രം. ഈ പൗലോസ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആമേൻ പൗലോസിനോട് ആത്മാവ് സംസാരിക്കുകയാണ്. അവൻ ഹല്ലേലൂയ ജന്മനാൽ മുടന്തനായിരിക്കുന്നവൻ അവൻ സൗഖ്യമാകാൻ അവൻ ഹല്ലേലൂയ ഇന്ന് അവൻ സൗഖ്യമാകും. ഇന്നവൻ വിടുവിക്കപ്പെടും. ഇന്നവൻ ചാടി എഴുന്നേൽക്കും. അവൻ ഹല്ലേലൂയ നീ അവന്റെ അടുക്കിലേക്ക് കടന്നില്ല. നീ അവന്റെ അരികിലേക്ക് കടന്നില്ല. നീ അവന്റെ കരത്തെ പിടിക്കുക. നീ അവനോട് സംസാരിക്കുക. അവൻ ചാടി എഴുന്നേൽക്കാൻ പോകുകയാണ്. അവൻ ഇന്ന് വിടുതൽ പ്രാപിക്കാൻ പോകുകയാണ് എന്ന് പൗലോസിനോട് ദൈവത്തിന്റെ ആത്മാവ് അകത്തളങ്ങളിൽ സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോഴാണ് പൗലോസ് അടുക്കിലേക്ക് ഇറങ്ങി ചെല്ലുന്നത്. ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ നന്ദിയോടെ സ്തോത്രം. ഒരിക്കലും സംഭവിക്കാൻ പറ്റില്ല. അവൻ മാനസികമായി നമ്മളെ ചിന്തിച്ചാൽ ഒരിക്കലും നടക്കാത്ത ഒരു ജീവിതത്തിലേക്കാണ് പൗലോസ് ഇറങ്ങി ചെല്ലുന്നത്. അവൻ ഇന്ന് രാത്രിക്കാലം പറയട്ടെ ആ വിശ്വാസത്തിന്റെ ആഴം കണ്ടോ?
ആ വിശ്വാസത്തിന്റെ ആഴം കണ്ടോ? യേശു കല്ലറവാദത്തിൽ നിന്നുകൊണ്ട് ആമേൻ പത്രോസിനോട് ആമേൻ പത്രോസെ പുറത്തു വരിക എന്ന് ആമേൻ ഉറക്കെ വിളിച്ചു പറഞ്ഞതുപോലെ ആമേൻ ഒരിക്കലും നടക്കത്തില്ല എന്ന് പറഞ്ഞ് ആമേൻ സകലരും ആമേൻ നോക്കി നിൽക്കുമ്പോൾ ആമേൻ യേശു ആമേൻ കല്ലറവാദത്തിലേക്ക് ചെന്നിട്ട് ആമേൻ സകലരും കാണെ ആമേൻ സകലരും നോക്കി നിൽക്കെ ആമേൻ ലാസറേ പുറത്തു വരിക എന്ന് ആമേൻ ഹല്ലേലൂയ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുകൊണ്ട് യേശു വിളിച്ചു പറഞ്ഞപ്പോൾ അത്ഭുതം നടന്നെങ്കിൽ ഇതാ ഇവിടെ ആമേൻ ദൈവം ആമേൻ ആമേൻ ഹല്ലേലൂയ പൗലോസിനെ കൊണ്ട് ഒരു വലിയ അത്ഭുത പ്രവൃത്തി ചെയ്യിക്കാൻ പോവുകയാണ്. യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുകയാണ്. ഒരിക്കലും സാധിക്കത്തില്ലെന്ന് പറഞ്ഞ് ഒരിക്കലും ആമേൻ നടക്കത്തില്ലെന്ന് പറഞ്ഞ സ്ഥാനത്തേക്ക് പൗലോസ് അവന്റെ വിശ്വാസം കണ്ടിട്ട് അവന്റെ അകത്തളങ്ങളെ തീർച്ചത കണ്ടിട്ട് ഇന്ന് രാത്രികാലം യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ നടക്കത്തില്ലെന്ന് പറയുന്നതിന് മേഖലകളെ ആമേൻ ശത്രു പറയും നടക്കത്തില്ല നടക്കത്തില്ല ആമേൻ നിന്റെ ജീവിതത്തിൽ നടക്കത്തില്ലെന്ന് പറയുന്ന ചില മേഖലകളെ ഇന്ന് രാത്രികാലം ആത്മാവ് പറയുന്നു ആമേൻ ഹല്ലേലൂയ അതിനെ പുറത്തു കൊണ്ടുവരാൻ അതിനെ അത്ഭുതകരമാക്കി മാറ്റാൻ എന്റെ വചനത്തിന് സാധിക്കും. ഹല്ലേലൂയ എന്റെ ദാസന്മാരിൽ കൂടി അത് നടക്കും. ഹല്ലേലൂയ യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുകയാണ്. ആമേൻ ഹല്ലേലൂയ. പൗലോസ് അവന്റെ അടുക്കലേക്ക് ഇറങ്ങി ചെന്നിട്ട് ആമേൻ വായിക്കണം. ഹല്ലേലൂയ നീ എഴുന്നേറ്റ് ഹല്ലേലൂയ കേട്ടോ ഹല്ലേലൂയ ആ വാക്യം കേട്ടോ ആമേൻ. പൗലോസ് അടുക്കലേക്ക് ഇറങ്ങി ചെന്ന് ആത്മനിറവോടെ ചെല്ലുന്നത് ഹല്ലേലൂയ ചുമ്മാതെ അവൻ ഇറങ്ങി ചെല്ലുന്നത് ആമേൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിൽ നിന്നുകൊണ്ട് അവൻ അവരുടെ തീ കഷ്ണമായിട്ടാണ് ഇറങ്ങി ചെല്ലുന്നത്. ഹല്ലേലൂയ ഹല്ലേലൂയ അവന്റെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിലെ അവൻ ഹല്ലേലൂയ സകല ആമേൻ ഹല്ലേലൂയ നടക്കത്തില്ലെന്ന് ശത്രു കൊണ്ട് വാദിച്ചു വെച്ച അവൻ സകലതും അവൻ ആത്മസാന്നിധ്യത്തിൽ നിന്ന് അവൻ എടുത്ത് ദൂരം കളഞ്ഞിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. എന്റെ ദൈവത്തെ കൊണ്ട് നടക്കാത്ത ഒരു കാര്യമില്ല എന്ന് അവൻ ഹല്ലേലൂയ അനുഭവിച്ചുകൊണ്ട് അവൻ ആ സാന്നിധ്യത്തിൽ ഇറങ്ങി ചെല്ലുകയാണ്. അവൻ ഒരിക്കലും നടക്കത്തില്ല എന്ന് ദേശം വിളിച്ചു നിൽക്കുന്ന മണ്ഡലത്തിലേക്ക് അവനെ ഇറങ്ങി ചെന്ന് അവന്റെ അടുക്കിലേക്ക് ഇറങ്ങി ചെന്ന് എഴുന്നേറ്റ് ആ കാലഘട്ടങ്ങളിൽ ദൈവത്തിന്റെ പ്രവർത്തികൾ യേശുവിന്റെ പ്രവർത്തികൾ ഹല്ലേലൂയ തന്റെ ഭക്തന്മാരെ കൂടി നടന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രിക്കാലം ഞാൻ വിശ്വസിക്കുന്നു ഇന്നും ആ പ്രവർത്തികൾ നടക്കും. ഇന്നും ആ പ്രവർത്തികൾ നടക്കും. ഇന്നും ആ അത്ഭുതങ്ങൾ നടക്കും. ഇന്നും ആ വീര്യപ്രവർത്തികൾ നടക്കും. ഹല്ലേലൂയ ആ തലത്തിലേക്കുള്ള കയറി വരാമെങ്കിൽ നീ ആ മണ്ഡലത്തിലേക്കുള്ള കയറി വരാമെങ്കിൽ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യൂദയുടെ ഭവനത്തിൽ നിന്ന് അവൻ പൗലോസ് ഇറങ്ങിത്തിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവമായ കാര്യമുണ്ട്. അവൻ കഷ്ടതയും അവൻ പ്രയാസവും വേദനയും അനുഭവിക്കേണ്ടവരാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. അതുകൊണ്ട് പൗലോസിന് ഉത്തമ ബോധ്യമുണ്ട്. പ്രതികൂലങ്ങളും പ്രതിസന്ധികളും വേദനകളും ഒക്കെ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ പ്രവൃത്തി നടക്കത്തുള്ളൂ. ദൈവത്തിന്റെ വിടുതലുകൾ നടക്കത്തുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അത്ര തീഷ്ണതയോടെ പൗലോസ് ഇറങ്ങിച്ചെല്ലുന്നത്. അവന്റെ കരത്തെ പിടിക്കുകയാണ്. ആമേൻ. നോക്കി നിന്നവരൊക്കെ നിരാശവാക്കുകൾ പറഞ്ഞു കാണും. നോക്കി നിന്നവരൊക്കെ നിന്ദിച്ചു കാണും. അവൻ എഴുന്നേൽക്കാൻ പോകുകയോ അവൻ ജന്മനാൽ അവന്റെ മാതാവ് അവനെ പ്രസവിച്ചു അവനെ പുറത്തു വരുമ്പോൾ തന്നെ അവൻ ഇങ്ങനെ ആയിരിക്കുന്നവൻ അവൻ എഴുന്നേൽക്കുമോ എന്ന് ആമേൻ അവരെ വാദിച്ചു നിൽക്കുന്നവരുടെ നടുവിലാണ് പൗലോസ് അവന്റെ കരത്തെ പിടിക്കുന്നത്. നീ എഴുന്നേറ്റ് നിവർന്ന് നിൽക്കാം. നീ എഴുന്നേറ്റ് നിവർന്ന് നിൽക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. വായിച്ചോളെ എന്ന് ഉറക്കെ പറഞ്ഞു. ഓ ജീസസ് ഹല്ലേലൂയ. അവിടെ വായിക്കുന്ന ഹല്ലേലൂയ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ. അവൻ ഹല്ലേലൂയ ചന്ദന പൂട്ടിട്ടിരിക്കുന്നവൻ, അവൻ രണ്ട് കാലിലും അവൻ സേഫ്റ്റിയില്ലാത്തവൻ, അവൻ ഹല്ലേലൂയ ഈർക്കിന്റെ കനം പോലും അവൻ ഹല്ലേലൂയ ഇല്ലാത്ത വെള്ളമില്ലാത്ത അവൻ രണ്ട് കാലും ചന്ദന പൂട്ടിട്ട് അവൻ താണിരിക്കുന്നവൻ അവന്റെ കരത്തെ പിടിച്ച് പൗലോസ് അവൻ എഴുന്നേൽക്കാം എന്ന് പറയുമ്പോൾ അകത്തളങ്ങളിൽ അവന് വിശ്വാസം ഉണ്ടായിരുന്നു. അവൻ ഈ
ഇന്ന് രാത്രികാലം യേശുവിന്റെ നാമത്തിൽ ആമേൻ വിശ്വസിച്ചോ. ആമേൻ നിന്റെ തലമുറയ്ക്ക് നേരെ ശത്രു വെല്ലുവിളിക്കുന്ന ചില മേഖലകൾ ആമേൻ നടക്കത്തില്ല, ഉയർത്തത്തില്ല, ആമേൻ ഒരു നന്മ കാണിക്കത്തില്ല, ആമേൻ ഒരു സന്തോഷം അനുഭവിക്കത്തില്ല എന്ന് അവൻ വെല്ലുവിളിച്ചുള്ള മേഖലകളെ ഇന്ന് രാത്രികാലം തമ്പുരാൻ പറയുന്നു. എന്നെ കൊണ്ട് കഴിയാത്ത, എന്റെ വചനത്തെ കൊണ്ട് കഴിയാത്ത ഒരു കാര്യമില്ല എന്ന്. ഹല്ലേലൂയ. അവൻ കുതിച്ചു ചാടി എഴുന്നേറ്റ് അവൻ നിവർന്നു നിന്നു. അവൻ ചാടി എഴുന്നേറ്റ് നിവർന്നു നിന്നു. അവന്റെ ജീവിതത്തിലെ നിന്ന അവിടെ കൊണ്ട് മാറില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവന്റെ ജീവിതത്തിൽ നിന്ന അവൻ എത്ര നാൾ കൊണ്ട് അനുഭവിക്കുന്നു ആ നിന്ന അന്ന് അവിടെ മാറാൻ പോവുകയാണ് യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. അവൻ ഒരൊറ്റ ഒതുങ്ങിക്കൂടിയിരുന്നതായിരിക്കാം. അവനെ ആരും ശ്രദ്ധിക്കുന്നില്ലായിരിക്കാം. അവൻ വേറിട്ട് മാറിയിരുന്നവനായിരിക്കാം. അവൻ നടക്കാൻ കഴിയത്തില്ല. അവൻ മാറിയവർക്ക് അവനെ ആരും കാണുന്നില്ലായിരിക്കാം. അവൻ പ്രസംഗിക്കുന്ന പ്രസംഗങ്ങൾ പോലും അവരെ കാണുന്നില്ലായിരിക്കാം. പക്ഷേ ദൈവത്തിന്റെ ആത്മാവ് അവരെ കണ്ടു. അവൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കണ്ടു. ഹല്ലേലൂയ. അവൻ അനുഭവിക്കുന്ന നിന്ന് അവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദനയെ പരിശുദ്ധാത്മാവ് കണ്ടു. അവൻ ഹല്ലേലൂയ പരിശുദ്ധാത്മാവാൽ നിന്നെ അവന്റെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി അന്ന് ഫലത്താലെ ഉരുട്ടി മാറ്റാനിടയായി തീർന്നു. ആമേൻ. ഹല്ലേലൂയ. അടുത്തത് ആമേൻ. ഹല്ലേലൂയ. മുടന്തനായി നിന്ദിക്കപ്പെട്ടവന്റെ നിന്ദയെ സ്വർഗ്ഗം മാറ്റി ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടുത്തി. അടുത്തത് കാണിക്കുന്നത് ആമേൻ കല്ലേറ് കൊണ്ടും ആമേൻ ഹല്ലേലൂയ പരിഹാസമേറ്റും ആമേൻ ഹല്ലേലൂയ ദൈവത്തിന്റെ വചനത്തിന് ആമേൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ വിരോധമായി നിന്ന ആമേൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ആമേൻ ജനത്തിന്റെ ആമേൻ ഹല്ലേലൂയ ആമേൻ ജീവിതത്തിൽ നിന്ന് വന്ന വളരെ ആമേൻ ഹല്ലേലൂയ പ്രതിസന്ധികളെ ഏറ്റുവാങ്ങിക്കൊണ്ട് വന്ന ആമേൻ ഹല്ലേലൂയ ദൈവത്തിന്റെ അഭിഷക്തന്മാരുടെ ജീവിതത്തിൽ ദൈവം വലിയൊരു ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്താൻ പോവുകയാണ്. അവൻ നിന്ദിച്ചവരും പരിഹസിച്ചവരും അവൻ തള്ളിപ്പറഞ്ഞവരും കല്ലെറിഞ്ഞവരും കൈയൊങ്ങിയവരും ഹല്ലേലൂയ തെറി വിളിച്ചവരും ഹല്ലേലൂയ ഈ അഭിഷക്തന്മാരെ കുറിച്ച് അടുത്ത വാക്യം വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയും. ഒരു അസാധാരണമായ ദൈവത്തിന്റെ സാന്നിധ്യം അവൻ അവിടെ അഭിഷക്തന്മാരുടെ ജീവിതത്തിൽ വെളിപ്പെടുത്താൻ പോവുകയാണ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. പൗലോസ് ചെയ്തത് പുരുഷാരം കണ്ടിട്ട് ഹല്ലേലൂയ യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുകയാണ്. അവിടെ വായിക്കുകയാണ് ആമേൻ ഹല്ലേലൂയ. അവിടെ സംഭവിച്ചതാണ് ആമേൻ ദൈവത്തിന്റെ പ്രവൃത്തി കണ്ടിട്ട് ആമേൻ ഹല്ലേലൂയ അഭിഷക്തന്മാരെ നിന്ദിച്ചവരും പരിഹസിച്ചവരും പറയുന്ന വാക്കാണ് ഹല്ലേലൂയ നമ്മൾ അവിടെ വായിച്ചു കേട്ടത്. ആമേൻ ഇവരോ ആമേൻ ഹല്ലേലൂയ ദൈവത്തിന്റെ ആമേൻ ഹല്ലേലൂയ വായിച്ചോളെ ദേവന്മാർ മനുഷ്യരുടെ രൂപത്തിൽ നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നതാണോ? ഹല്ലേലൂയ. ആമേൻ. ദേവന്മാർ മനുഷ്യരുടെ രൂപത്തിൽ നമ്മുടെ ഇടയിൽ കടന്നു വന്നതാണോ ഇവർ? ഹല്ലേലൂയ. ഇവർ ആരാണ്? ഇവർ ദേവന്മാരാണോ? ആമേൻ. ഹല്ലേലൂയ. ഇവർ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അവർ ഭൂതന്മാരാണോ? ഇവർ ദേവന്മാരാണോ എന്ന് പറയത്തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരുടെ ജീവിതത്തിലും വൻകാര്യങ്ങളെ ചെയ്തെങ്കിൽ ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. രക്തത്താൽ ജയമെടുക്കുകയാണ്. ആമേൻ. ഹല്ലേലൂയ. 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 ആമേൻ. ഹല്ലേലൂയ. നമ്മൾ ആമേൻ ഹല്ലേലൂയ മൂന്നാം അധ്യായത്തിലേക്കൊക്കെ പോകുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയും പത്രോസിനെയും ആമേൻ യോഹന്നാനെയും കാണാൻ കഴിയും. ആമേൻ. ഹല്ലേലൂയ. അവരും ആമേൻ ഒരു മാളിക മുറിയിൽ നിന്നാണ് പുറത്തേക്ക് വരുന്നത്. ആത്മ അഭിഷേകത്തിന്റെ സാന്നിധ്യത്തിൽ നിന്നുകൊണ്ട് അവർ പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. അവർ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ അവർ പട്ടണത്തിലേക്ക് കടന്നു വരുമ്പോൾ ഹല്ലേലൂയ അതിന്റെ മൂന്നാം അധ്യായത്തിൽ നമ്മൾ വായിക്കേണ്ട അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ആമേൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ സുന്ദരമെന്നത് ദേവാലയത്തിന്റെ മുൻപിൽ ആമേൻ ഹല്ലേലൂയ ഗോപുരത്തിന്റെ മുൻപിൽ
ഒരു മനുഷ്യനെ ജന്മനാൽ മുടന്തനായിരിക്കുന്ന ഒരുവനെ കൊണ്ടിരുത്തുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ആത്മസാന്നിധ്യം അകത്തളങ്ങളിൽ ആമേൻ, ഹല്ലേലൂയ, ആമേൻ, പ്രാപിച്ചവൻ, ആമേൻ, ഹല്ലേലൂയ. ഒരു സമയത്ത് ആമേൻ, ഹല്ലേലൂയ, ഈ സാന്നിധ്യം പ്രാപിക്കുന്നതിന് മുൻപ് ആമേൻ, ഞങ്ങൾ എങ്ങനെ രക്ഷപ്പെട്ട് പുറത്തു പോകുമോ, ഈ പട്ടണത്തിന് ഞങ്ങൾ എങ്ങനെ ഓടി രക്ഷപ്പെടും, അവൻ യഹൂദന്മാർ ഞങ്ങളെ കൊന്നുകളയും, അവൻ പരീശന്മാർ ഞങ്ങളെ പിടിച്ചു കെട്ടി കൊന്നുകളയുമെന്ന് പറഞ്ഞ് ഭയന്ന് പേടിച്ചു നിറച്ച അവൻ ഒരു കൂട്ടം ജനം അവൻ, ഹല്ലേലൂയ, അകത്തളങ്ങളിൽ ഒരു ചെറിയ മാളിക അകത്തളങ്ങളിൽ നിന്നുകൊണ്ട് ദൈവം പറഞ്ഞ വാക്യത്തെ അനുസരിച്ച് അവൻ പ്രാർത്ഥിച്ച് അവൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, അവൻ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ദൈവത്തിന്റെ ആദ്യന്ത ശക്തി അവരുടെ മേൽ വ്യാപരിച്ചുകൊണ്ട് അവൻ ആ സാന്നിധ്യത്തെ വിട്ടുകളയാതെ അവരുടെ ഭയത്തെ, അവരുടെ ഭ്രമത്തെ അവൻ സ്വർഗ്ഗം എടുത്ത് ദൂരെ കളഞ്ഞിട്ട് അവൻ എങ്ങനെ രക്ഷപ്പെടുമെന്ന് വിചാരിച്ചവൻ ഇതാ പട്ടണത്തിലേക്ക് അവൻ ധൈര്യത്തോടെ വരുന്ന ഒരു കാഴ്ച അവൻ എവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ജന്മനാൽ മുടന്തരായിരുന്നവൻ അവൻ, ഹല്ലേലൂയ, അവൻ 3 പേർ ചുമന്നു കൊണ്ടുവന്ന് പട്ടണത്തിന്റെ വാതിൽക്കൽ, ഗോപുരത്തിന്റെ വാതിൽക്കൽ അവൻ കൊണ്ടിരുത്തിയവന്റെ അടുക്കിലേക്ക് കടന്നു വരുന്ന പരിശുദ്ധാത്മാവ് നിറഞ്ഞ 2 അഭിഷക്തന്മാരെ നമുക്ക് കാണാൻ കഴിയും. അവർ വന്ന്, ഹല്ലേലൂയ, അവന്റെ കരത്തെ പിടിച്ച്, ഹല്ലേലൂയ, ഞങ്ങൾക്ക് തരാൻ നിന്റെ കയ്യിൽ ഭിക്ഷ കൊടുക്കാൻ ഞങ്ങളുടെ കയ്യിലൊന്നും ഒന്നുമില്ല, പൊന്നില്ല, വെള്ളിയില്ല, ആമേൻ, ഞങ്ങളുടെ കയ്യിൽ പണമില്ല, ഞങ്ങൾക്കൊന്നുമില്ല, ഞങ്ങൾക്ക് തരാനുള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ, ഞങ്ങൾക്ക് തരാനുള്ളത് ആമേൻ, ഹല്ലേലൂയ, നീ നാളുകളായി നിന്ദിക്കപ്പെട്ടിരിക്കുന്നത്, ആമേൻ, നീ നാളുകളായി ആശ്രയം വെച്ചിരിക്കുന്നത്, ആമേൻ, നീ പലരെയും ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നത്, ഹല്ലേലൂയ, ആമേൻ, നീ ഹല്ലേലൂയ, നാളുകളായി നീ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഒരിക്കലും നിനക്ക് പുറത്തു വരാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞ നീ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ വിഷയത്തിന് ഒരു പരിഹാരം വരാൻ നമുക്ക് കഴിയും. നമ്മൾ ആ അധ്യായം വായിക്കുമ്പോൾ അവൻ പണത്തിനാണ് കൊതിച്ചത്, പക്ഷേ പണത്തിന് കൊടുക്കാൻ കഴിയാത്തത്, അവൻ ഒരു മനുഷ്യന് കൊടുക്കാൻ കഴിയാത്തത്, അവൻ ഒരിക്കലും അവന്റെ ജീവിതത്തിൽ അവൻ ചിന്തിക്കാത്തത് സ്വർഗം അവന് വേണ്ടി കരുതി കൊടുത്തെങ്കിൽ ഇന്ന് രാത്രികാലം അതേ, ഹല്ലേലൂയ, പൗലോസും അവൻ ബർന്നബാസും അവൻ ഇവരെ 2 പേർ അവൻ ഒരുമിച്ച് ദൈവത്തിന്റെ ശുശ്രൂഷയുമായി പുറത്തു വരുമ്പോൾ അവൻ നമ്മൾ അവിടെ വായിച്ചു കേട്ടു, ഒരിക്കലും എഴുന്നേൽക്കാൻ കഴിയാത്ത അവൻ ജന്മനാൽ മുടന്തനായിരിക്കുന്നവരെ അവൻ സ്വർഗം വചനത്തിലൂടെ എഴുന്നേൽപ്പിച്ചെങ്കിൽ, ഹല്ലേലൂയ, വചനമേ ഭാവിയിൽ എഴുന്നേൽപ്പിച്ചെങ്കിൽ ഇന്ന് രാത്രികാലം ഈ വചനം അവൻ ജീവിപ്പിക്കുന്നതാണ്, ഈ വചനം എഴുന്നേൽപ്പിക്കുന്നതാണ്, ഈ വചനത്തിനെ ഉയർപ്പിക്കുന്നതാണ്, ഈ വചനം നിനക്ക് വേണ്ടി വാദത്തിൽ നേടുന്നതാണ്. ഈ വചനത്തിന്റെ ബന്ധനങ്ങളെ തകർക്കുന്നതാണ്, ഈ വചനം അവൻ നിനക്ക് വേറെ കാണിച്ചു തരുന്നതാണ്, അവൻ ഈ വചനത്തിന്റെ നിന്ദകളെ ഉയർത്തി മാറ്റുന്നതാണ്. അവർ പറയുകയാണ്, ഇവർ ദേവന്മാരാണ്. നിന്ദിച്ചവരുടെ മുൻപിൽ പരിഹസിക്കുന്ന മുൻപിൽ നിന്നുകൊണ്ട് അതേ ജനം പറയുന്ന വാക്കാണ്, ഇവർ ദേവന്മാരാണ്. ഹല്ലേലൂയ, ഇവർ ദേവന്മാരാണ്, ഇവർ ദേവന്മാരാണ്. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ആമേൻ, നമുക്ക് ഇവിടെ ആമേൻ, നമുക്ക് ആമേൻ, ഹല്ലേലൂയ, എന്റെ വാക്കുകൾ ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ നിർത്താൻ പോകുകയാണ്. ആമേൻ, ഹല്ലേലൂയ, സമയം ഒത്തിരി പോയി. ആമേൻ, ഹല്ലേലൂയ, ഇന്ന് രാത്രികാലം ആമേൻ, ഇങ്ങനെ നിന്നാൽ ഇങ്ങനെ നമ്മൾ മുമ്പോട്ട് പോകും. ഹല്ലേലൂയ, നന്ദിയോട് സ്തോത്രം. ഹല്ലേലൂയ, നിരാശപ്പെട്ടു പോകല്ലേ. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, പ്രയാസപ്പെട്ട് നീ ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, പുകഞ്ഞിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളെ ഇന്ന് രാത്രികാലം ആമേൻ, ആത്മാവ് പറയുന്നു, ആമേൻ, നിന്നെ ഹല്ലേലൂയ മുൻപോട്ട് നിർത്താൻ, നിന്നെ ഒന്ന് ഉയർത്തി നിർത്താൻ, നിന്റെ ജീവിതത്തിലെ പരാജയങ്ങളെ മാറ്റി നിന്നെ ഒന്ന് നിവർത്തി നിർത്താൻ, ആമേൻ, നിന്നെ ഒന്ന് മാറിനാക്കി മാറ്റാൻ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, നിന്റെ നിന്ദകളെ ഉരുട്ടി മാറ്റാൻ നിനക്ക് വേണ്ടി ഇളകി വരുന്ന ദൈവമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ആമേൻ, പൗലോസിനെ നോക്കിക്കൊണ്ട് ജനം പറഞ്ഞെങ്കിൽ, ആമേൻ, ഹല്ലേലൂയ, അവർ ദേവന്മാരാണോ ആമേൻ എന്ന് പറഞ്ഞതുപോലെ ആമേൻ ഒരു വലിയ മാന്യതയിലേക്ക് കൊണ്ടുവരാൻ, ആമേൻ ഒരു വലിയ ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ഉയർച്ചയിലേക്ക് കൊണ്ടുവരാൻ എന്റെ ദൈവം മതിയായവരാണ്. ഇത് ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, നാളുകളായി ആമേൻ നിന്ദിക്കപ്പെട്ട് പരിഹസിക്കപ്പെട്ടു, ആമേൻ, ഹല്ലേലൂയ, എത്ര പ്രാർത്ഥിച്ചിട്ടും എത്ര ആരാധനയ്ക്ക് പോയിട്ടും ആമേൻ, നിനക്ക് എന്ത് പ്രയോജനമുണ്ട്, നിനക്ക് എന്ത് കിട്ടി, നിനക്ക് എന്താണ് ലാഭമെന്ന് ചോദിച്ച് നിന്നെ നിന്ദിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് രാത്രികാലം ആത്മാവ്
ഇന്ന് രാത്രികാലവും ആമേൻ ആ ദൈവം അത്ഭുതങ്ങളെ ചെയ്യാൻ മതിയായവനാണ്. അവൻ ഇന്നും അവൻ നാളെയും എന്നേക്കും അവൻ അത്ഭുതം ചെയ്യാൻ മതിയായവനാണ്. അവന്റെ കരങ്ങളിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. അവന്റെ കരങ്ങളിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഇത് രാത്രികാലം ഒരുമിച്ച് നമ്മളെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ കർത്താവേ, ഹല്ലേലൂയ. ജീവിതത്തിൽ കഷ്ടതകളുണ്ട് കർത്താവേ, പ്രയാസങ്ങളുണ്ട് കർത്താവേ. അവൻ പൗലോസിനെ സ്വർഗ്ഗം വിളിച്ചു വേർതിരിക്കുമ്പോൾ അവനോട് നേരിട്ട് കർത്താവ് സംസാരിച്ചതാണല്ലോ. അവൻ എന്റെ ശുശ്രൂഷയുമായി നീ പുറപ്പെടുമ്പോൾ നിനക്ക് കഷ്ടതകളുണ്ട്, നിന്ദകളുണ്ട്, അവൻ പരിഹാസങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. എങ്കിലും ആമേൻ ഹല്ലേലൂയ അവിടെ ഒന്നും തോറ്റുപോകാതെ, അവിടെ ഒന്നും ആമേൻ തളർന്നു പോകാതെ അവനെ ബലത്തോടെ നിർത്തി, അവനെ ശക്തിയോടെ നിർത്തി, അവനെ മാനിനാക്കി മാറ്റിയ, ഉയർത്തി നിർത്തിയ ഒരു ദൈവമുണ്ട്. ആ ദൈവം നമ്മളെ ഉയർത്തി നിർത്തുവാൻ, അവൻ നമ്മളെ ബലപ്പെടുത്തി നിർത്തുവാൻ, നമ്മുടെ ഈ മാമേ നിന്ദകളെ മാറ്റാൻ, നമ്മളെ ഈ മാമേ സന്തോഷം അണിയിപ്പാൻ അവൻ ശക്തനാണ്. ആ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കാം. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്തൊരിക്കൽ കൂടി നമുക്ക് സ്തോത്രം ചെയ്യാം. ആമേൻ ഇന്ന് രാത്രികാലം ആമേൻ എല്ലാ പ്രിയപ്പെട്ടവരെ കർത്താവ് സഹായിക്കട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരുടെ നിന്ദകളെ സ്വർഗ്ഗം മാറ്റട്ടെ, അവരുടെ വേദനകളെ സ്വർഗ്ഗം മാറ്റട്ടെ. നമ്മൾ ഒരുമിച്ച് ഇന്ന് രാത്രികാലം പ്രാർത്ഥിക്കുമ്പോൾ ആമേൻ അപ്പച്ച മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറയുന്നതായിരിക്കും.